Hi friends, എല്ലാവർക്കും PINNACLE അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് വലിയ പാടാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മോഡൽ എക്സാം പലരും കമൻറ്റും ഞാൻ വായിച്ചിട്ടുണ്ട്. പലരെയും മോഡൽ എക്സാം വെച്ച് നമുക്ക് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണെന്ന് തോന്നുന്നു. സിമ്പിൾ തന്നെയാണ് ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളൂ. മോഡൽ എക്സാമിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻ തന്നെ അതുപോലെ എടുത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനൊക്കെ മാത്രം. ഇത് പറയുവാണെങ്കിൽ അത്ര വലിയ ടഫ് ഒന്നും രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടൊന്നുമില്ല. സിമ്പിൾ മോഡൽ രീതിയിലാണ്. നമ്മൾ റിവിഷൻ ബാക്കി പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ എന്നാലും പാട് എന്ന് വെച്ചാൽ പാടല്ല, ഒരു 2-4 ക്വസ്റ്റ്യനകത്ത് പാട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ A+ ലെവലിലൊക്കെ എത്തുന്ന അത്രയും പാടൊന്നുമില്ല. A+ നന്നായിട്ട് സുഖമായിട്ട് മേടിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് വലുതായിട്ട് നീട്ടുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ പാടൊന്നും ക്വസ്റ്റ്യനെ പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തൊക്കെയാണുള്ളത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ചോദിച്ചേക്കുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇഫ് A equal to x such that x is a natural number, x less than 5 and x greater than 7, then n of A is. അപ്പോൾ A എന്നൊരു സെറ്റ് പറഞ്ഞപ്പോൾ ഉണ്ട്. അപ്പോൾ ആ സെറ്റിൻ്റെ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞേക്കുന്ന ഒരു സെറ്റ് ആണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സ് എന്താണ്? ലെസ് ദാൻ 5 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 7 ആണ്. എങ്കിൽ ആ എയ്ക്ക് അത് എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം? ലെസ് ദാൻ 5ഉം അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 7ഉം ആണ് നാച്ചുറൽ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? 5നെക്കാട്ടി ചെറുതും 7നെക്കാട്ടി വലുതുമാണ് ഏത് നാച്ചുറൽ നമ്പറാണ് ഉള്ളത്? ആ കണ്ടീഷൻ ഒരുമിച്ച് വരണം. 5നെക്കാട്ടി ചെറുതുമായിരിക്കണം, 7നെക്കാട്ടി വലുതുമായിരിക്കണം. അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒരു എലമെൻറ്റ്സും ഇല്ല. അപ്പോൾ ആൻസർ എന്ന് വെച്ചാൽ ബി ആണ്, 0 ആണ് അടുത്ത ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്. സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഒരു ഓൾഡ് പെയർ വന്നപ്പോൾ 6, 12. അതെന്ന് വെച്ചാൽ ഏത് സെറ്റ് ബിൽഡർ ഫോമാണ് ചോദിച്ചേക്കുന്നത്? നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവലും ഉണ്ട്, ഓപ്പൺ ഇൻ്റർവലും ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്പൺ ഇൻ്റർവലാണ്. ആ കണ്ടീഷൻ പറയുമ്പോൾ ആ ഇൻ്റർവൽ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. സോ ആൻസർ ഈസ് ബി ആണ്. എക്സ് സച്ച് ദാൻ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ എ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. എയും ബിയും എന്താണ്? 2 സെറ്റുകളാണ്. എയും ബി എന്ന് വെച്ചാൽ 2 സെറ്റുകളാണ്. എ എന്ന് പറയുന്നത് ബിയുടെ എന്താണ്? ഒരു സബ്സെറ്റാണ്. എങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ വളരെ എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വളരെ പാടൊന്നുമല്ല. ചോദിച്ചതാണ് എയും ബി എന്ന് പറയുന്നത് എന്താണ്? 2 സെറ്റുകളാണ്. എയുടെ സബ്സെറ്റാണ് ആര്? ബി എന്ന് പറയുന്നത്. അപ്പോൾ എയ്ക്കകത്ത് ആരുടെ എലമെൻറ്റ്സ് ഉണ്ട്? ബിയുടെ എലമെൻറ്റ്സ് ഉണ്ട്. ബിയുടെ സബ്സെറ്റ് അല്ല എ. ഓക്കെ, ബിയുടെ എലമെൻറ്റ്സ് എന്തിനകത്ത് കാണും? എയ്ക്കകത്ത് കാണും. അപ്പോൾ എ യൂണിയൻ ബി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഉത്തരം? ബി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ബിയിലെ എലമെൻറ്റ്സ് ആണ് എന്തിലുള്ളത്? എയിൽ ഉള്ളത്. സോ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്, ബി. അപ്പോൾ ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ 3 പാർട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വെച്ചാൽ 0 ആയിരുന്നു. രണ്ടാമത്തത് ബി ആണ് ആൻസർ, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12 വരുന്നത്. മൂന്നാമത്തെ ആൻസർ സി ആണ് പറഞ്ഞത്, ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ 150 സ്റ്റുഡൻസ് വിയർ ഫൗണ്ട് ടു ബി ടേക്കൺ ടീ ആൻഡ് 225 സ്റ്റുഡൻസ് വിയർ ടേക്കിംഗ് കോഫി. 100 വിയർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വിയർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. അപ്പം ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. നമ്മുടെ സെറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ സെറ്റിൽ ഇപ്പം 3 മാർക്കും മറ്റു 3 ഇപ്പോൾ എത്രയായി? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് സെറ്റിൽ നിന്ന് വന്നിരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ പാടൊന്നുമില്ല. നെയ്തർ നോർ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. നെയ്തർ നോറൊക്കെ നേരത്തെ അറിയാവുന്നതായിരിക്കും. നമ്മുടെ പ്രോബബിലിറ്റിക്ക് നെയ്തർ നോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അവിടെ സിമ്പിൾ ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇന്നെ സർവേ ഓഫ് 600 സ്റ്റുഡൻസ്, 600 പേരുണ്ട്. അപ്പോൾ 600 പേരാകുമ്പോൾ നമ്മളിപ്പോൾ എൻ ഓഫ് യു ആണ് ഈ 600 എന്ന് പറയുന്നത് അല്ലേ? എൻ ഓഫ് യു, യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണമാണ്. എൻ ഓഫ് യു ആണ് 600 എന്ന് പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞത് 150 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ടി ആണ് കുടിക്കുന്നത്. 150 സ്റ്റുഡൻസ്. ടീക്ക് നമ്മൾ ടി എന്ന് എടുക്കാം. അപ്പം ക്യാപിറ്റൽ ടി എന്ന് എടുക്കാം. അപ്പം അതെന്ന് വെച്ചാൽ 150 പേര് അല്ലേ? 150 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞാൽ കോഫിക്ക് നമുക്ക് സി എന്ന് കൊടുക്കാം. ആ കോഫിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് കുടിക്കുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നത് 225 ആണ്. ഓക്കെ, ഇത്രയും കാര്യം സംശയമൊന്നുമില്ല. ഇതിന് അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഉണ്ട് 100 വി ആർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. ബോത്ത് ഉപയോഗിക്കുന്നത് എന്തിനാണ് നമുക്കറിയാം? ഇൻ്റർസെക്ഷൻ ആണ് ബോത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി, ബോത്ത് ടീ ആൻഡ് കോഫി എന്ന് വെച്ചാൽ അപ്പോൾ ടി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ എന്തിനകത്തുള്ളതായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതെല്ലാം അറ്റൻഡ് ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം എഴുതി പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന സ്ഥാനത്തോ എന്ത് ചെയ്യണം? എഴുതി തന്നെ വരണമായിരുന്നു. ഓക്കെ. എൻ ഓഫ് യു എന്ന് വെച്ചാൽ 600 ആണ്, എൻ ഓഫ് ടി 150 ആണ്, എൻ ഓഫ് സി എന്ന് വെച്ചാൽ 225 ആണ്, എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി 100 ആണ്. ഇത്രയും കാര്യം സംശയമൊന്നുമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. എന്താണ് നെയ്തർ ടീ നോർ കോഫി എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കണം. നെയ്തർ നോർ എന്നത് ഉദ്ദേശിക്കുന്നത് എന്തോ? ഗ്രാമറിൻ്റെ ഒരു ഭാഗമാണ് നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ. 2 സാധനം ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെയ്തർ നോർ യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അതിന് സിമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെന്ന് പറയുന്നത് എന്താണ്? ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ. നെയ്തർ നോർ നമുക്ക് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താണ്? എൻ ഓഫ്
ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്നാണ്. ഓക്കെ, ഈ സാധനത്തെ നിങ്ങൾ സെറ്റ് ചെയ്യാതെ തന്നെ മാറ്റി പറയുന്ന കാര്യമുണ്ട്. ഈ ഒരു സാധനത്തെ ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് നമ്മൾ എങ്ങനെ മാറ്റിയിരുന്നത്? എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എന്താണ് എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അർത്ഥം എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും അതിനെ മൈനസ് ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. സോ എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി ആയിരിക്കും. ഓക്കെ, എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി. ഇപ്പോൾ ഇത്രയും കാര്യം സംശയം വരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ ഓഫ് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്നാണ്. അപ്പോൾ എൻ ഓഫ് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എങ്ങനെ എഴുതാം? ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എഴുതാം. ശേഷം ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, ദെൻ നമ്മൾ ഇനി എന്ത് പഠിക്കണം? എൻ ഓഫ് യു നമുക്കറിയാം 600 എന്നറിയാം. എൻ ഓഫ് ടി യൂണിയൻ സി അറിയത്തില്ല. അത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എൻ ഓഫ് ടി യൂണിയൻ സി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് യു പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, സോറി, എൻ ഓഫ് ഇവിടെ എഴുതിയിട്ടാണ് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി. ഓക്കെ, എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി. എൻ ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്? 150 ആണ്. 150 പ്ലസ് 225 മൈനസ് 100 എന്ന് പറയുമ്പം 5 വരും. 375 മൈനസ് 100 എന്ന് പറയും. അത് 275 എന്ന് കിട്ടും. അപ്പം എൻ ഓഫ് ടി യൂണിയൻ സിയുടെ വാല്യൂ 275 ആണ്. നമുക്ക് വേണ്ട ഇതല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? എൻ ഓഫ് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് വിൽ ബി ഈക്വൽ ടു എൻ ഓഫ് യുവിൻ്റെ വാല്യൂ എത്ര? 600. 600 മൈനസ് 275 എന്ന് വരും. 25 നമുക്ക് എത്ര കിട്ടുന്ന? 325 നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു. 600 നിന്ന് 275 കിട്ടിയാൽ 325 നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ആൻസർ കിട്ടുന്നു. എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് ആൻസർ എത്ര വരുന്നത്? 325 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായി കാണും. നമുക്ക് നെയ്തർ നോറിൻ്റെ ആ ഒരു ഇക്വേഷൻസിൻ്റെ കാര്യത്തിനായി ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ ചോദിച്ചിരുന്നു. അപ്പം ആദ്യത്തെ 3 മാർക്കും വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു. അടുത്തൊരു 3 മാർക്കിൻ്റെയും ഈ ഒരു സിമ്പിൾ മാത്രം ഉപയോഗിച്ചിരുന്നു. ബാക്കി കണ്ടുപിടിക്കുന്നത് വലിയ പാടൊന്നുമില്ല. പിന്നെ നിങ്ങൾ എഴുതാത്ത എന്തെങ്കിലും കുറച്ച് നമുക്ക് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ 3 മാർക്ക് നഷ്ടപ്പെടുന്ന യാതൊരു പേടി ആർക്കും വേണ്ട. കാരണം നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് ഉള്ള കാര്യം വെച്ചാൽ സ്റ്റെപ്പിനായിരിക്കും മാർക്ക് കിട്ടുന്നത്. അവസാനത്ത് വല്ല ഉത്തരം തെറ്റിപ്പോയി. ഇപ്പോൾ 325 ആൻസർ പറഞ്ഞാൽ വേറെ ആൻസർ കിട്ടിയ 1/2 മാർക്കിൻ്റെ ഒരു കുറവ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അല്ല ഒരുപാട് മാർക്കൊന്നും എടുത്ത് കളയത്തില്ല. ഓക്കെ, നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് കൊസീക് എക്സ് ഈക്വൽ ടു -2. ഒരു വ്യത്യസ്തരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഒന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടില്ല എന്നല്ല, നമുക്ക് നേരത്തെ പഠിക്കുന്ന നമ്മൾ സൈൻ എക്സ് ഈക്വൽ ടു 1/2 ആണ് ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ കോസ് എക്സ് എന്ന ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് 6x കോസ് എക്സ് ഈക്വൽ ടു അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെയല്ല. ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് എന്താണ് കൊസീക് എക്സ് ഈക്വൽ ടു -2 അങ്ങനെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് കൊസീക് എക്സ് ഈക്വൽ ടു -2. അപ്പോൾ കൊസീക് എക്സ് ഈക്വൽ ടു -2ൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾ ജനറൽ സൊല്യൂഷൻ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ നേരത്ത് ഈ കൊസീക് എക്സ് വെച്ചൊരു ഇക്വേഷൻ അവിടെ പറയുന്നില്ല. സൈൻ എക്സ് പറയുന്നുണ്ട്, കോസ് എക്സ് പറയുന്നുണ്ട്, ടാൻ എക്സ് പറയുന്നുണ്ട്. അല്ല കൊസീക്കിനെ വെച്ചൊരു ഇക്വേഷൻസ് അവിടെ പറയുന്നതായിട്ടില്ല. അപ്പം ആ കൊസീക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജനറൽ ഇക്വേഷൻ ജനറൽ ടേമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അതായത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റെസിപ്രോക്കലാണ്? സൈൻ്റെ റെസിപ്രോക്കലാണ്. സോ അപ്പോൾ കൊസീക് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/sin x എന്ന് എഴുതാം. സോ ഒരു 1/sin x ഈക്വൽ ടു എന്തായിരിക്കും? -2 ആയിരിക്കും. ഇപ്പോൾ ഒരു 1/sin x ഒരു കാണാൻ ഒരു പറക്കത്തില്ലല്ലോ. അതിന് വേണ്ടി എന്താണ് സൈൻ എക്സിനെ മുകളിൽ കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യാം? നേരെ തിരിച്ചിടാം. സൈൻ എക്സിനെ തിരിച്ചിടാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യണം? എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ -2നെ എന്ത് ചെയ്യണം? തിരിച്ചിട്ടാൽ മാത്രമല്ല അത് ഈക്വലൈസ് ആകത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു ഉത്തരം? -1/2 എന്ന് വരും. അപ്പോൾ കൊസീക് എക്സ് ഈക്വൽ ടു -2 വെച്ചാൽ എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു -1/2. ഇനി ഇവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യണം? നമുക്ക് ബാക്കിയുള്ള എന്താണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിക്കോട്ടെ ജനറൽ സൊല്യൂഷൻ ആയിക്കോട്ടെ എന്തും കണ്ടുപിടിക്കേണ്ടതിന് എവിടെ നിന്നാണ്? ഈ സാധനത്തിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കൊസീക് എക്സ് ഈക്വൽ ടു -2 വന്നു. കൊസീക് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 1/sin x എന്ന് എഴുതാം. 1/sin x ഈക്വൽ ടു -2. ദെൻ നമുക്ക് sin x ആണ് വേണ്ടത്, നേരെ തിരിച്ചിടാം. അപ്പോൾ എപ്പുറം തിരിക്കണം, അപ്പുറം തിരിക്കണം. അപ്പോൾ എങ്ങനെ കിട്ടി? -1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് തോന്നേണ്ട പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? എക്സിന് ഏതൊക്കെ വാല്യൂസ് വരും? ഒരു വാല്യൂവിൽ മാത്രമല്ല, അതായത് സൈന് നമ്മൾ കൊടുക്കുന്ന ആംഗിൾസിനകത്ത് ഒരു ആംഗിൾ മാത്രമല്ല -1/2 ഇടുന്ന പല ആംഗിൾസ് കിട്ടും. ആ പല ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈ 1/2 വരുന്ന എവിടെയാണെന്ന് നോക്കുക.
ഈ നെഗറ്റീവ് എന്ന് വെച്ചാൽ എങ്ങനെ നെഗറ്റീവ് വരുന്നത്? ആ ക്വാഡ്രൻ്റ് അനുസരിച്ച് നെഗറ്റീവ് വരുന്നത്. അപ്പം നമുക്ക് 4 ക്വാഡ്രൻ്റ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക 4 ക്വാഡ്രൻ്റ് ആണ് ഉള്ളത്. ഈ 4 ക്വാഡ്രൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓൾ പോസിറ്റീവ് ആണ്, സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവ് ആണ്, തേർഡ് ക്വാഡ്രൻ്റിലും ഫോർത്ത് ക്വാഡ്രൻ്റിലും സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ -1/2 എന്ന വാല്യൂ സൈൻ്റെ ആംഗിൾ എവിടേക്കായിരിക്കും? തേർഡ് ക്വാഡ്രൻ്റിലും ഫോർത്ത് ക്വാഡ്രൻ്റിലും ആയിരിക്കും. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. കാരണം ഫസ്റ്റിലും സെക്കൻഡിലും വരത്തില്ല, കാരണം അവിടെ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇത് തേർഡിലും ഫോർത്തിലും ആയിരിക്കും. അതിന് മുമ്പേ നെഗറ്റീവ് അങ്ങ് പോയിട്ട് സൈൻ എവിടെയാണ് 1/2 ആണെന്ന് നോക്കുക. സൈൻ എവിടെയാണ് 1/2 വരുന്നത് പറയാം. സൈൻ 1/2 വരുന്നത് 30 ഡിഗ്രിക്ക് അതാ സൈൻ എന്ത് വരുന്നത്? 1/2 വരുന്നത്. നമ്മുടെ 30 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? π/6 എന്ന് കിട്ടും. അപ്പം സൈൻ π/6ൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 1/2 എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്? ക്വാഡ്രൻ്റ് അനുസരിച്ചാണ് നെഗറ്റീവ് വരുന്നത്. സോ സൈൻ എക്സിൻ്റെ ആംഗിൾ നമുക്ക് എങ്ങനെ എഴുതാം? π + π/6 എന്ന് എഴുതാം. കാരണം പൈ വരുന്നത് ഇവിടാണ്, പ്ലസ് π/6 ആകുമ്പോൾ ഇവിടെ വന്നോളും, തേർഡ് ക്വാഡ്രൻ്റ് വന്നോളും. പിന്നെ ഈ പൈ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് നമുക്ക് കിട്ടുന്നത്? സൈൻ π/6 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് എവിടെ ആയതുകൊണ്ട്? തേർഡ് ക്വാഡ്രൻ്റിലായതുകൊണ്ട് ടാൻ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആവും, -sin π/6 എന്നാവും. -sin π/6 ആകുമ്പോൾ സൈൻ π/6ൻ്റെ വാല്യൂ 1/2. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? -1/2 നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? അതിൻ്റെ ആംഗിളിനെ π + π/6 എന്ന് എടുക്കാം. സംശയമൊന്നുമില്ല. ഇത് നമുക്ക് വേണ്ട ആംഗിൾ അല്ലേ? ആംഗിൾ വേണ്ടത് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ 6π + π എന്താ? 7π/6. ഒരു ആംഗിളായി. ഏതാണ്? 7π/6 വാല്യൂ എന്തായിരിക്കും? -1/2. അത് തേർഡ് ക്വാഡ്രൻറ്റിന് വെച്ച് കണ്ടുപിടിച്ചതല്ലേ. ഇനി തേർഡ് ക്വാഡ്രൻറ്റ് മാത്രമല്ല, ഏത് ക്വാഡ്രൻറ്റിലും നെഗറ്റീവ് ആയിരിക്കും, ഫോർത്ത് ക്വാഡ്രൻറ്റിലും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? ഫോർത്ത് ക്വാഡ്രൻറ്റിനെ സൈൻ എങ്ങനെ എഴുതാം? π + π/6 ആണ്. അവിടെ വരുന്നത് എന്തായിരിക്കും? ഇത് 0 ആയി തുടങ്ങുന്നത്. 0 ഇവിടെ വന്ന് π/2 ആയി, പൈ ആയി, 3π/2 ഇവിടെ വരുമ്പോൾ എന്താകും? 2π. അപ്പോൾ 2πയിൽ നിന്നും ഫോർത്ത് ക്വാഡ്രൻറ്റ് നമ്മൾ കുറയ്ക്കണം. ഏത് ആംഗിളാണ്? ഇത് തന്നെ കുറയ്ക്കുന്നത്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2π, π, 3π, 4π അങ്ങനെയുള്ള ഫോംസ് ആണ് വരുന്നതെങ്കിൽ സെയിം ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. അതിനുശേഷമുള്ള ആംഗിൾ വരും. നെഗറ്റീവ് നോക്കുന്നത് എന്തിനനുസരിച്ചായിരിക്കും? ക്വാഡ്രൻ്റ് അനുസരിച്ചാണ് നെഗറ്റീവ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടും. നമുക്ക് ഇവിടെയും ക്രോസ് ചെയ്ത് നോക്കാം. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? 6 × 2π എത്ര കിട്ടും? 12π. 12π - π 11π. അപ്പോൾ 11π/ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പം cosec x = -2ൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ ഒക്കെ 7π/6 ആൻഡ് 11π/6. ഓക്കെ. അപ്പോൾ നമ്മുടെ എന്തിൻ്റെ സൈൻ എക്സ് cosec x = -2 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതൊക്കെയാണ്? 7π/6 ആൻഡ് 11π/6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ മാത്രമല്ല, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ജനറൽ സൊല്യൂഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് GS, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം സൈൻ എക്സ് = എന്താണെന്നറിയാം? -1/2 ആണ് നമുക്കറിയാം. സൈൻ എക്സ് എന്താണെന്നറിയാം? -1/2 എന്നറിയാം. സൈൻ എക്സ് = ഈ -1/2 എവിടെ നിന്ന് കിട്ടുന്നതാണ്? സൈൻ 7π/6 കിട്ടുന്നതല്ല. അപ്പോൾ ഈ -1/2 വരെ എന്ത് കൊടുക്കാം? സൈൻ 7π/6 എന്ന് കൊടുക്കാം. സോ ഇപ്പോൾ ഏത് ഫോമായി? സൈൻ എക്സ് = സൈൻ y എന്ന ഫോമായി. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x = nπ + -1/ny എന്നായിരിക്കും. ഓക്കെ, ഇത്തരം കാര്യം മനസ്സിലായി കാണും. സൈൻ എക്സ് = -1/2. -1/2 എവിടെ വരുന്നത്? 7π/6ൽ അതും കൊടുക്കാം. അപ്പോൾ സൈൻ എക്സ് = സൈൻ y എന്ന ഫോമാണിത്. സോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? nπ + -1/ny എന്നാണ്. ഇപ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് കിടക്കുന്ന സാധനം എന്തോ നോക്കിയേ, 7π/6 അങ്ങോട്ട് കൊടുത്താൽ മതി. വിൽ ബി ഈക്വൽ ടു nπ + -1/n. വൈയുടെ വാല്യൂ എന്താണ്? 7π/6. ഇതാണ് എന്തെന്ന് പറയാൻ ചാനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. അതിന് ഉത്തരമായിരുന്നു 3 മാർക്കാണ്. അപ്പം ഇതും ഈ cosec x = -2 എന്ന് പറയുന്നതും ഒരു എന്താണ്, ഒരു നമുക്ക് കുറച്ച് ചിന്തിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. വലിയ പാടാട്ടമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളും തിങ്ക് ചെയ്തെടുക്കണം. കാരണം അത്രയ്ക്ക് ഹൈ ലെവലോട്ടൊന്നും പോയില്ല. ഇത് നമുക്ക് അറിയാവുന്നതാണ്. cosec നേരെ 1/sin എന്ന് എഴുതാം. ഓക്കെ, അതിന് അതിലോട്ട് ചിന്തിക്കേണ്ട കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇപ്പം 3, 3, 6, 6, 3, 9 മാർക്കായി നമുക്ക്. അപ്പം വളരെ സിമ്പിളായിട്ടാണ് ഈ 3 ക്വസ്റ്റ്യൻ കടന്നു പോയത്. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടാണ്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ എത്ര പാർട്ടാണ്? 2 പാർട്ടായിട്ടാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. 4ാമത്തെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ആൻ AP, ആദ്യത്തെ 20 ടേമുകളുടെ സം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. അതായത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് ആദ്യത്തെ 30 പദങ്ങളുടെ തുകയ്ക്ക് എന്താണ്? തുല്യമാണ്. എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? 50 പദങ്ങളുടെ തുക എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അവിടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ A50, B20, C0, D80. എൻ്റെ ആൻസർ എന്ന് വെച്ചാൽ C0 ആണ് എൻ്റെ ആൻസർ. ഓക്കെ, എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് ആദ്യത്തെ 30 പദങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? 50 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ C0 ആണ്. അതെങ്ങനെ കിട്ടുന്നത് നമുക്കൊന്ന് കാണിച്ചു തരാം. 1 മാർക്കേ ഉള്ളതെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് വെച്ച് ചെയ്ത് നോക്കണമായിരുന്നു. ചെയ്യേണ്ട രീതി ഇപ്പോൾ കാണിച്ചു തരാം.
അപ്പം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് ആദ്യത്തെ 30 പദങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. അപ്പോൾ S20 എന്ന് പറയുന്നത് S30ക്ക് ഈക്വൽ ആണ്. അപ്പോൾ S20 കാണുന്ന ഇക്വേഷൻ എന്താണ്? 20 നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം, സമ്മ് കാണുന്നത് SN = n/2 × 2a + n-1 × d ആണ്, നമുക്കറിയാവുന്നതാണ്. സോ ഇതിന് മൾട്ടി കൊടുത്താൽ പോരെ. എങ്ങനെ വരും? 20 / 2 2a + n-1, അതായത് 20 - 1 എന്ന് 20 - 1 എന്ന് വെച്ചാൽ 90. അപ്പം 19d ഈക്വൽ ടു S30 എന്ന് വെച്ചാൽ 30 / 2 2a + 30 - 1 എന്ന് പറയും. 30 - 1 29 29d എന്ന് കിട്ടും. ഓക്കെ, ഈ 2 × 2 എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്താൽ 2 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആദ്യം കട്ട് ചെയ്ത് പോകാമല്ലോ. 20 അടുത്ത് അകത്ത് കൊടുക്കാം. 10 കിട്ടും. 20 × 2 എന്ന് വെച്ചാൽ 14a എന്ന് വരും. 19 × 2 20 19 പ്ലസ് 280d എന്ന് വരും. 20 എടുത്ത് കൊടുക്കുമ്പോൾ 280d എന്ന് വരും. വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 30 എടുത്ത് കൊടുക്കുക. അപ്പോൾ 16a എന്ന് കിട്ടും. പ്ലസ് 29 × 3 അല്ലേ? 29 × 3 870d എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് വെച്ചാൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് 2 × 2 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് ഇവനടുത്ത് അകത്ത് കൊടുക്കാമല്ലോ. 20 to 14 then 19 2. ഓക്കെ, ദെൻ അടുത്തും 30 എടുത്ത് അകത്ത് കൊടുത്ത്. ഇനി നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഇതല്ലേ ചെറുത്, ഇതിനെക്കാട്ടി ചെറുത്, അപ്പോൾ ഇതിനെല്ലാം നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ 60a - 14a + 870 - 280 870d - 280d ഈക്വൽ ടു 0 എന്ന് കിട്ടും. 60 40 എത്ര? 20 20a + 0 7 8 8 9 590d ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, 20a + 590d ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്താ ചെയ്താൽ രണ്ട് കാര്യങ്ങൾ ചെയ്തുള്ളൂ. ഫസ്റ്റ് എന്താണ്? രണ്ട് ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക ആദ്യത്തെ 30 പദങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടി? അതിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ 50 പദങ്ങളുടെ തുക ആണ്, അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S50. ഇക്വേഷൻ എന്തായിരിക്കും? 15 / 2 × 2a + 49d എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ആ പാട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ സം ഓഫ് ഇൻഫിനിറ്റി ടേംസ് ഓഫ് ദ GP യിലെ ഇൻഫിനിറ്റി ടേംസിന് എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് GP നമുക്ക് എഴുതാം. GP ഇതാണ് -3/4, 3/16, -3/64. എക്സാമ്പിൾ ഇതാണ് നമ്മുടെ GP എന്ന് പറഞ്ഞാൽ. GP എന്താണ്? ഇൻഫിനിറ്റി സീരീസിന് എന്താണ്? സം കാണുന്ന ഇക്വേഷൻ. നമ്മൾ SN എന്നാണ് ഏതെങ്കിൽ S ഇൻഫിനിറ്റി അല്ലേ വേണം. അപ്പോൾ S ഇൻഫിനിറ്റി ഈക്വൽ ടു a / 1 - r. ഇൻഫിനിറ്റി സീരീസിന് സം കാണുന്ന ഇക്വേഷൻ എന്താണ്? a / 1 - r. a എന്താണ്? ഫസ്റ്റ് ടേം ആണ് a എന്ന് പറയുന്നത്. അപ്പോൾ a ഈക്വൽ ടു -3/4. r എന്ന് വെച്ചാൽ നമുക്കറിയാം കോമൺ റേഷ്യോ. എങ്ങനെ കോമൺ റേഷ്യോ കാണുന്നത്? സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേമിന് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. സോ 3/16 / -3/4 എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ആവുക. 3/16 × -4/3. 3 3 കട്ട് ചെയ്തു. 4 16 കട്ട് ചെയ്ത് എന്ത് കിട്ടും? 1 4 എന്ന് കിട്ടും. സോ -1/4. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? -1/4 ആണ്. എയുടെ വാല്യൂ -3/4 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? -3/4 / 1 ഇക്വേഷനിൽ -1 മറ്റേ -1 വരുമ്പോൾ എന്താവും? പ്ലസ് ആയിട്ട് മാറും. 1/4 then will be equal to -3/4 / ഇത് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 4 × 1 4 + 1 5 5/4. നേരത്തെ ഡിവിഷൻ ഫോമിലാണ്. സോ -3/4 ഇൻറ്റു തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 4/5. 4 ഉം 4 ഉം കട്ട് ചെയ്ത് എന്ത് കിട്ടി? -3/5. അപ്പോൾ ഇൻഫിനിറ്റി സീരീസിൻ്റെ സമ്മത്തിലാണ് -3/5 ആണ് ഇൻഫിനിറ്റി സീരീസിൻ്റെ സം എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ അത് a / 1 - r എന്നുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ പാടെന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 7 + 7 7 + 7 7 + എക്സെട്ര. നമ്മളിതിവിടെ ഒരു 8ൻ്റെ വെച്ചൊരു കണക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റിവിഷൻ പാക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു. അത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം ചെയ്യുന്ന രീതിയൊക്കെ സിമ്പിളാണ്. സെയിം മോഡലാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. 3 മാർക്കിന് ചോദിച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ 7 + 7 7 + 7 + എക്സെട്ര ചെയ്യുന്ന സിമ്പിൾ കാര്യമാണ്. സമ്മ് കാണുന്നത് SN ഈക്വൽ ടു ഫസ്റ്റ് വൺ എന്ത് നമ്പർ ആണെങ്കിലും എന്ത് ചെയ്യുക? കോമ എടുക്കുക. ബ്രാക്കറ്റിനകത്ത് 1 + 11 + 1 + എക്സെട്ര അങ്ങ് പോകും. ദെൻ എന്ത് ചെയ്യുക? 9 കൊണ്ട് വെളിയിൽ ഡിവൈഡ് ചെയ്യുക, അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 9 + 99 +
999 പ്ലസ് എക്സെട്ര. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യുന്ന കാര്യം 7/9 9 നമുക്ക് എങ്ങനെ എഴുതാം? 10 - 1 എന്ന് എഴുതാം. 99 100 - 1 എന്ന് എഴുതാം. മറ്റേ എങ്ങനെ എഴുതാം? 1000 - 1 എന്ന് എഴുതാം പ്ലസ് എക്സെട്ര. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 10 പ്ലസ് 100 10 സ്ക്വയർ എന്ന് എഴുതാം. 1000 10 ക്യൂബ് എന്ന് എഴുതാം. അതൊരു എക്സെട്ര ആയിട്ട് പോകുന്നു. പ്ലസ് ബാക്കി എന്തുണ്ട്? കുറേ -1 ഇങ്ങനെ എക്സെട്ര വരുന്നുണ്ട്. ദെൻ വിൽ ബി ഈക്വൽ ടു -79. ഇതെന്ന് വെച്ചാൽ ഒരു എന്താണ്? ഒരു GP ആണ്. കാരണം ഒരു 10 നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. സോ GPയുടെ സമ്മാണെന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്ന് വെച്ചാൽ A ഇൻറ്റു R⁻n - 1 ഡിവൈഡ് ബൈ R-1 ആണ്. A എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം അത് 10 ആണ്. R എന്ന് വെച്ചാലും 10 ആണ്. കാരണം ഇതിന് ഡിവൈഡ് ചെയ്ത് 10 കിട്ടും. അപ്പം 10⁻n - 1 ഡിവൈഡ് ബൈ 10 - 1 മൈനസ്, കാരണം -1 എക്സെട്ര എവിടം വരെ പോവുക? അതിൻ്റെ സമ്മ വെച്ചാൽ എന്തായാലും കിട്ടുന്നത്? -n ആയിരിക്കും കിട്ടുന്നത്. സോ -n എന്ന് വരും. ദെൻ വിൽ ബി ഈക്വൽ ടു 7/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n - 1 ഡിവൈഡ് ബൈ 10 - 1 വാല്യൂ 9 - n. ഇത്രയേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്? 7 + 77 + 777 എക്സെട്ര സമ്മ് കാണുന്നത്. വേണമെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് അവസാനം എഴുതാം. അത് ഇത്ര മണി ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തത്. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. ഒരു ഫിഗർ വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ ഫിഗറിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് PQ. PQന് എന്ത് കാണണം? ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ Pയിലെയും Qയിലെയും എന്ത് കണ്ടുപിടിക്കണം? പോയിൻറ്റ്സ്. ആ കോഓർഡിനേറ്റ് എന്നല്ല, നമ്മുടെ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ ട്രിപ്ലറ്റ് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. കാരണം 3 ആക്സിസും ട്രിപ്ലറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ Pയിലും Q നമുക്ക് ആ ഒരു ലൈൻ തന്നേപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ആണ് മാറി നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് ഓരോ ആക്സിൻ്റെയും ഡിസ്റ്റൻസ് ആണ്. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത്. സോ അത് Pയിലെ പോയിന്റ് എന്ന് പറയപ്പെടുന്നത് Pയിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായാലും കിട്ടുന്നത്? Pയിലെ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ P എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് Xയിലെ കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ 3,4,5 എന്നാണ് കിട്ടുന്നത്. ഇനി Q വേണം. Q എന്ന് പറയുന്നത് നിൽക്കുന്നത് Y എന്ന് പറയുന്ന ഒരു ആക്സിസ് നിൽക്കുവാണ്. സോ Xും Z എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ X 0 ആണ്, Y 4 ആണ്, Z എന്താണ്? 0 ആണ്. ഓക്കെ, P എന്ന് വെച്ചാൽ 3 4 5ഉം Q എന്ന് വെച്ചാൽ 0 4 0. ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് നമുക്കറിയാം PQൻ്റെ PQ ഈക്വൽ ടു √x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. √x2 എത്രയാണ്? 0 - 3യുടെ സ്ക്വയർ പ്ലസ് 4 - 4ൻ്റെ സ്ക്വയർ പ്ലസ് 0 - 5ൻ്റെ സ്ക്വയർ. ഓക്കെ, ദെൻ വിൽ ബി ഈക്വൽ ടു √0 - 3 എടുത്തിട്ട് -3 സ്ക്വയർ 9 വരും. പ്ലസ് ഇത് 0 ആണ് പോയി. പ്ലസ് അത് 5ൻ്റെ സ്ക്വയർ എത്ര വരും? 0 - 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25 കിട്ടും. 25 + 9 എന്ന് വെച്ചാൽ 34 കിട്ടും. √34 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ PQൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ ആൻസർ വെച്ചാൽ അതിൻ്റെ മാർക്ക് എന്ന് വെച്ചാൽ 1 മാർക്കാണ് കേട്ടോ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് ഫൈൻഡ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് P ആൻഡ് Q. P യും Q നമുക്കറിയാം. P യും Q എന്ന് വെച്ചാൽ രണ്ട് പോയിന്റ്സ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു ഇൻ ദ റേഷ്യോ 2:3. ഇന്റേണലി ആണ് പറഞ്ഞേക്കുന്നത്. സോ അതിന് ഇക്വേഷൻ എന്തായിരിക്കും? ഇന്റേണലി ആണെങ്കിൽ mx2 + nx1 ഡിവൈഡഡ് ബൈ m + n, my2 + ny1 ബൈ m + n, mz2 + nz1 ബൈ n + n. ഇതാണ് നമ്മൾ എന്താണെന്ന് അതിൻ്റെ കോഓർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത്. കട്ട് ചെയ്യുന്നതിൻ്റെ m:n നമുക്കറിയാം എന്താണ്? 2:3 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 2 × x2 എത്രയാണ്? 0 ആണ്. പ്ലസ് 3 × x1 എത്രയാണ്? 3 ആണ്. ഡിവൈഡ് ബൈ 2 + 3, m എത്രയാണ്? 2 ആണ്. y2 എന്ന് വെച്ചാൽ 4 ആണ്. പ്ലസ് 3 × 4 ഡിവൈഡ് ബൈ 2 + 3, z2 താഴോട്ട് എഴുതുകയാണ്. ഓക്കെ, m എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ 2 × z2 എത്രയാണ്? 0 ആണ്. പ്ലസ് 3 × z1 5 ആണ്. ഡിവൈഡ് ബൈ 2 + 3. ഓക്കെ, 2 × 0 0 ആയി പോകും. 3 × 3 9. അപ്പോൾ 9 ഡിവൈഡ് ബൈ 5, 4 × 2 8 ആവും. 8 പ്ലസ് 4 × 3 എന്ന് വെച്ചാൽ 12 ആവും. 12 ഡിവൈഡ് ബൈ 2 + 3 എന്ന് വെച്ചാൽ 5 കിട്ടും. ഇത് 0 ആയി പോയി. 15 ഡിവൈഡ് ബൈ 5 എന്നിട്ട്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 9 ഡിവൈഡ് ബൈ 5, 20 ഡിവൈഡ് ബൈ 5, 15 ഡിവൈഡ് ബൈ 5 നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. കാരണം ഇതിന് ഡിവൈഡ് ചെയ്ത് എഴുതാം. 20/5 4 എന്നും 15/5 3 എന്നും എഴുതാം. അതിന് ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് വരും? നമ്മുടെ ആൻസർ വരുന്നത് എന്തിൻ്റെ ആൻസറാണ്? ആ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ആൻസർ പറഞ്ഞു. P യും Q യും പോയിന്റ് എന്നൊരു പറഞ്ഞപ്പോണ്ട് Pയിലെ പോയിന്റ് നമുക്കറിയാം മുകളിൽ നിൽക്കുന്നതുകൊണ്ട് എന്തായിരിക്കും വരുന്നത്? 4ഉം 5ഉം 3 ആയിരിക്കും. ആക്സിസ് നോക്കണം. നേരെ വന്നേക്കുന്ന Y ആക്സിസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. മുകളിലേക്ക് പോകുന്ന Z ആക്സിസ്, ഇങ്ങോട്ട് വരുന്ന X ആക്സിസ് ആണ്. പോയിന്റ് അങ്ങോട്ട് മാറിപ്പോയിരിക്കും, ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പോൾ അത് വിഷയമൊന്നും വരുന്നു. നമുക്കിനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഞാൻ ആ കണക്ക് ചെയ്യിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കണ്ടിരിക്കും. അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഞാൻ അത് ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്തും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ആവശ്യമുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ എന്തായിരിക്കും, എഫ് ഡാഷ് എക്സ് ആണ് ഡെറിവേറ്റീവ് കാണുന്നത്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് നമുക്ക് കിട്ടുന്നത്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് എന്ന് കിട്ടും. സോ എഫ് ഓഫ് എക്സ് നമുക്കറിയാം, അവർ തന്നേപ്പോണ്ട് എന്തെന്ന് തന്നേപ്പോണ്ട് കോസ് എക്സ് എന്ന് തന്നേപ്പോണ്ട്. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ് വേണ്ടത്. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വെച്ചാൽ കോസ് എക്സ് പ്ലസ് എച്ച് ആണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കോസ് എക്സ് പ്ലസ് എച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് അപ്ലൈ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്ത് കിട്ടും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ദെൻ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻ ടു 0. ട്രിഗണോമെട്രി ആവശ്യമാണ്. കോസ് എ മൈനസ് കോസ് ബി എന്ന ഫോമാണ്. കോസ് എ മൈനസ് കോസ് ബി എന്താണ്, -2 സൈൻ എ പ്ലസ് ബി ബൈ 2 -2 സൈൻ എ പ്ലസ് ബി ബൈ എന്ത് വരും, എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡ് ബൈ മൈനസ് ബി ഡിവൈഡ് ബൈ 2 ദ ഹോൾ ഡിവൈഡ് ബൈ എന്തെന്ന് വരും, എച്ച് എന്ന് വരും. ഓക്കെ, ദെൻ ലിമിറ്റ് എച്ച് ടെൻ ടു 0 നമുക്ക് ഈ 2 നേരെ താഴെ കൊണ്ടുവരും. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും ഇൻറ്റു സൈൻ എന്ത് വരും, എച്ച് ബൈ 2 വേറെ എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് പോകും ഡിവൈഡ് ബൈ ഈ 2 താഴെ എന്ത് കിട്ടും, എച്ച് ബൈ 2 എന്ന് കിട്ടും. സോ എന്താണ് ലിമിറ്റ് എച്ച് ടെൻ ടു 0 എച്ച് ബൈ 2 എന്ന് വെച്ചാൽ ഇസ് മണ്ടക്ക് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ടേമിന് കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെ കിട്ടും, മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് അതിന് മുമ്പേ സൈൻ എച്ച് ബൈ 2 ഡിവൈഡ് ബൈ എന്തെടുക്കാം, എച്ച് വരുന്നത്. കാരണം എവിടെയെങ്കിലും ഒരെണ്ണത്തിൽ കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ കൊടുക്കുക, നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് നേരത്തെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എക്സ് ഡിവൈഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എ ബൈ അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്തായിരിക്കും, 1 ആണ് നമ്മൾ പഠിക്കുന്നത്. അത് വെച്ച് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് മൾട്ടിപ്ലിക്കേഷൻ സൈൻ രണ്ടിനും ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും, ലിമിറ്റ് എച്ച് ടെൻ ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻ ടു 0 സൈൻ എച്ച് ബൈ 2 ഡിവൈഡ് ബൈ എച്ച് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇത് വേണം വിൽ ബി ഈക്വൽ ടു ഇതെന്താ എച്ചിന് വരെ എന്ത് കൊടുക്കാൻ, 0 കൊടുക്കാൻ. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് സൈൻ 2x പ്ലസ് 0 ഡിവൈഡ് ബൈ 2 മറ്റേ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ദെൻ വിൽ ബി ഈക്വൽ ടു മൈനസ് സൈൻ 2x ഡിവൈഡ് ബൈ 2 ദെൻ വിൽ ബി ഈക്വൽ ടു മൈനസ് സൈൻ 2 ഇൻറ്റു കട്ട് എന്ത് കിട്ടും, എക്സ് എന്ന് കിട്ടും. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. ഫോർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ പറഞ്ഞായിരുന്നു പഠിച്ചുകൊണ്ട് പോകണമെന്നുള്ള കാര്യം. ഓക്കെ, നമുക്കിനി എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എട്ടാമത്തെ ക്വസ്റ്റ്യനും 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആദ്യത്തിന് 1 മാർക്ക്, മറ്റേ 2 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാ പറഞ്ഞത്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് റൈസ് ടു 15 അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ്. അതായത് ഡെറിവേറ്റീവ് കാണാൻ തന്നേക്കുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നേക്കുന്ന എന്ത് കാണണം, ഡെറിവേറ്റീവ് കാണണം. ശേഷം ആ ഡെറിവേറ്റീവിനകത്ത് കിട്ടുന്നത് എക്സിന് ഒരു എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. എന്നിട്ട് എന്ത് കാണണം, അതിൻ്റെ സമ്മ് കാണണം. അതിൻ്റെ സമ്മ് എത്ര എന്നാണ് താഴെ ഒരു ഓപ്ഷൻ 4 ഓപ്ഷൻ പറഞ്ഞപ്പോണ്ട് അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ സി ഈക്വൽ ടു 1275 ആണ് ആൻസർ. എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. കിട്ടുന്ന ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് 1 ഡെറിവേറ്റീവ് 0 ആയി പോകും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x ആണ്. എക്സെട്രാ എക്സ് റൈസ് ടു 15 ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 15x എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി എക്സിന് വരെ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 50 വരെ കിട്ടും. ഇപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 50 വെച്ചാൽ എന്താണ്, 9 നാച്ചുറൽ നമ്പേഴ്സിനെ സമ്മ് കാണാൻ. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 അപ്ലൈ ചെയ്ത് അങ്ങനെ വേണം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച എന്താണ് എ പി ഇക്വേഷൻ ആയിട്ടുള്ള എസ് എൻ ഈക്വൽ ടു n ബൈ 2 a1 പ്ലസ് a1 വെച്ചും അങ്ങനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. കാരണം നാച്ചുറൽ നമ്പർ വന്നേക്കാം 1 തൊട്ട് 50 വരെ സമ്മാണ്. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ അപ്ലൈ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 1275 എന്ന് കിട്ടും ആൻസർ. എന്നാൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. അപ്പം ഒരു ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ആ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0ക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഒരു ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡ് എഴുതാം. ഇതേ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇതാണ്. ഫംഗ്ഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് മോഡ് എക്സ് ഡിവൈഡ് ബൈ എക്സ് കോമ എക്സ് നോട്ട് ഈക്വൽ ടു 0
0 if x equal to 0. ഇതാണ് നമ്മളെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് mod x by x if x not equal to 0 if x equal to 0. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0യ്ക്കകത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, കാരണം ഇവിടെ നോക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ 0 ആയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം ഇതാ. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് ചെയ്യണം, ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് എക്സിസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. അതിന് വേണ്ടി ഈ ഫംഗ്ഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്ന രീതിയാണ് സെറ്റ്. കാരണം എക്സ് നോട്ട് ഈക്വൽ 0 ആണ്. എക്സ് നോട്ട് ഈക്വൽ 0 ആണ് എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. ഇപ്പോൾ നീ എക്സിന് പകരം പോസിറ്റീവ് വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ കൊടുക്കാം. പോസിറ്റീവ് എടുക്കുന്നത് ഇപ്പോൾ 2 എടുത്ത്, അപ്പം മണ്ടക്ക് മോഡിൽ 2 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് കിട്ടും 1 കിട്ടും. അപ്പോൾ മോഡ് 3 ഡിവൈഡ് ബൈ 3 എടുത്ത് എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ, അപ്പം പോസിറ്റീവ് വാല്യൂസ് ആണ് നീ എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഉത്തരം കിട്ടുന്നത്, 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1 if എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0. 0ക്കായിട്ട് വലുതാണ് എടുക്കുന്നതെങ്കിൽ ഉത്തരം എന്തായാലും കിട്ടുന്നത് 1 ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത എക്സ് നോട്ട് ഈക്വൽ 0 നെഗറ്റീവ് ഉണ്ടല്ലോ, നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ എന്തായാലും കിട്ടുന്ന നെഗറ്റീവ് വാല്യൂസ് കൊടുത്ത് നോക്കിയേ, മോഡ് -1 ഡിവൈഡ് ബൈ -1 ആണ്. മോഡ് -1ൻ്റെ വാല്യൂ 1 ആണ്, ദെൻ താഴെ -1. അപ്പോൾ ഇപ്പോഴും ഉത്തരം എന്തേ വരത്തുള്ളൂ, -1 വരത്തുള്ളൂ. ഏതെടുത്താലും നോട്ട് ഈക്വൽ 0 നെഗറ്റീവ് ഏതെടുത്താലും എന്തേ വരത്തുള്ളൂ, -1 വരത്തുള്ളൂ. അപ്പം -1 if എക്സ് ലെസ് ദാൻ 0. അപ്പോൾ എക്സ് 0ക്കായിട്ട് വലുതാണ് എടുക്കുന്നതെങ്കിൽ 1ഉം എക്സ് 0ക്കായിട്ട് ചെറുതാണ് എടുക്കുന്നതെങ്കിൽ -1 ആയിരിക്കും വരുന്നത്. പിന്നെ ബാക്കി ഒരു തന്നെങ്കിൽ ഒരു സാധനമുണ്ട് 0 if എക്സ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തിന് ഈക്വൽ ആണെന്നോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണെന്നോ. അപ്പോൾ എങ്ങനെ വരും, ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ഫസ്റ്റ് എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന 0ക്കായിട്ട് ചെറുത് വരുന്നത് എവിടെയാണ്, -1 അപ്പം എഫ് ഓഫ് എക്സ് -1 ആയി വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 മൈനസ്. അപ്പോൾ എന്ത് കിട്ടും ഉത്തരം, -1 എന്ന് കിട്ടും ആൻസർ. ഇനി നമുക്ക് എന്തെടുക്കാം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് വരുന്ന ഇവിടെയാണ് എക്സിൻ്റെ വാല്യൂ 0ക്കായിട്ട് വലുതാണ് ഇവിടെയാണ്. അപ്പോൾ 1 വിൽ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വിൽ ബി നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തിന് ഈക്വൽ അല്ല, റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് ഈക്വൽ അല്ല. ഇത് -1ഉം 1ഉം. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇതിനകത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇത്രയേ ഉള്ളായിരുന്നു. എൻ്റെ ആൻസർ എന്ന് പറയുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ വളരെ സിമ്പിളായിരുന്നു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കെന്ന് പറഞ്ഞത് 4 ഗ്രാഫ് വന്നേപ്പോണ്ട് ആ 4 ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യാനാണ്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇപ്പുറത്തെ അത് വെച്ച് ഐഡൻറ്റിഫൈ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ എ പാർട്ടിൻ്റെ എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്, എ പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് എ പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പുറത്തെ പോർഷനകത്ത് രണ്ടാമത്തെ ആൻസറാണ് ആദ്യത്തെ. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇപ്പുറത്തെ കോളത്തിനകത്ത് 4ാമത് പറഞ്ഞേക്കുന്നതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെറ്റ് 1 if എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ഈക്വൽ ടു 0 if എക്സ് ലെസ് ദാൻ 0. നമ്മൾ ഈ ചെയ്ത ഈ സാധനത്തിൻ്റെ ആ ഒരു എണ്ണമാണ് എന്ന് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആൻസർ എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ കിടക്കുന്നത് തൊട്ട് നേരെ കിടക്കുന്നത് ഈ പാർട്ടിൻ്റെ തൊട്ട് നേരെ കിടക്കുന്നതാണ് മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. നാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. 1/xൻ്റെ ഗ്രാഫാണ് അവസാനം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 4 വളരെ സിമ്പിളായിരുന്നു. 4 മാർക്ക് പെട്ടെന്ന് വരച്ചാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ചോദിച്ചത്. വളരെ പാടൊന്നും നടത്തില്ല. ദെൻ നമുക്ക് അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n പ്രൂവ് ദാറ്റ് 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4 യൂസിങ് ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ. ഇത് പലവട്ടം ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ മോഡൽ എക്സാമിന് സഹിതം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് വലിയ പാടൊന്നുമില്ല. മാത്തമാറ്റിക് ഇൻഡക്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്ത് കൊടുക്കണം. 7n - 3n എന്താണെന്ന്, 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്കറിയാം ഏത് ക്വസ്റ്റ്യൻ വന്നാൽ ലെറ്റ് എന്ത് വിളിക്കുക, P(n) എന്ന് വിളിക്കുക. ദെൻ അടുത്ത P(1) ട്രൂ ആണെന്ന് വിളിക്കുക. അപ്പോൾ എന്ത് കിട്ടും, 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് വരും. അപ്പോൾ 7 - 3 ആണ്, 7 - 4 ആണ്. 4 എന്തിൻ്റെ ഡിവിസിബിൾ ആണ്, 4ൻ്റെ ഡിവിസിബിൾ ആണ്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. P of k എന്താണെന്ന്, ട്രൂ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. സോ P of k എഴുതുക. P of k എന്ത് വരും, 7k - 3k ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് വരും. ഈ ഡിവിസിബിൾ ബൈ 4 വരെ നമുക്ക് എന്ത് കൊടുക്കാം, 4d എന്ന് കൊടുക്കാം. കാരണം അത്ര എഴുതേണ്ട എന്ത് കൊടുക്കാം, നമ്മൾ 4d എന്ന് കൊടുക്കുന്നു. k എന്ന് പറയുന്നത് 7k - 3k എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ P of k+1 പ്രൂവ് ചെയ്യാൻ നേരത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്യുമ്പം അവിടെ അങ്ങനെ k+1 കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു 4നെ കോമൺ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, 7k+1 - 3k+1 അതാണ് k+1 വാല്യൂ. ഈ 7k+1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 7k × 7 ആക്കുന്നു, -3k × എന്താക്കുന്നു, 3 ആക്കുന്നു. ശേഷം ഈ ഒരു ടൈം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടി 7 ആദ്യം എഴുതി.
7 റൈസ് കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി എന്തിനെ കൊണ്ടുവന്നാൽ മതി? ഒരു മൈനസ് 3 റൈസ് കെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ മൈനസ് 3 റൈസ് ടു കെ നീ അധികപ്പെട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തും ചെയ്യണം? ഒരു പ്ലസ് 3 റൈസ് ടു കെയും കൊടുക്കണം. ദെൻ മൈനസ് 3 റൈസ് ടു കെ ഇൻറ്റു 3 ദെൻ വിൽ ബി ഈക്വൽ ടു 7 ഇൻറ്റു 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെയുടെ വാല്യൂ എത്രയാണ്? 4d അങ്ങ് കൊടുക്കാം. 4d പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഇൻറ്റു 3. 7 എടുത്ത് അകത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 7 ഇൻറ്റു 4d അത് കൊടുക്കുമ്പോൾ 7 ഇൻറ്റു 4d പ്ലസ് 7 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 3 ഇൻറ്റു 3 റൈസ് ടു കെ ദെൻ വിൽ ബി ഈക്വൽ ടു 7 ഇൻറ്റു 4d പ്ലസ് ഈ രണ്ട് ടൈമിൽ എന്തിനെ കോമൺ എടുക്കാം? 3 റൈസ് ടു കെ കോമൺ എടുക്കാം. എന്ത് കിട്ടും? 7 മൈനസ് 3 എന്ന് കിട്ടും. ദെൻ വിൽ ബി ഈക്വൽ ടു 7 ഇൻറ്റു 4d പ്ലസ് 3 റൈസ് ടു കെ ഇൻറ്റു 4 എന്ന് കിട്ടും. രണ്ട് ടൈം എന്തിനെ കോമൺ എടുക്കാം? 4നെ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 7d പ്ലസ് 3 റൈസ് ടു കെ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തായി? 4ൻ്റെ മൾട്ടിപ്ലൈ. 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 7 റൈസ് ടു n മൈനസ് 3 റൈസ് ടു n ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതാം. നമുക്കറിയാം എന്നായിരുന്നു അവസാന സ്റ്റെപ്പ്. P of k plus 1 is true whenever P of k is true, hence by the principle of mathematical induction P of n is true for all n element of capital N. വളരെ സിമ്പിളായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്കിനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് 2. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ 2 ആണ്. നമുക്ക് അങ്ങ് എഴുതി അങ്ങ് പോവാം. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 2 ആണ്. സോ ഈ മോഡുലസ് ഓഫ് ഇസഡ് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് R എന്ന് വെച്ചാൽ 2 ആണ്. The argument of z is pi by 3. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് വെച്ചാൽ തീറ്റ ആണ്. തീറ്റ എത്രയാണ്? പൈ ബൈ 3 ആണ് തീറ്റ എന്ന് പറഞ്ഞു. ഓക്കെ, റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം ഓഫ് a പ്ലസ് എ ബി. എ പ്ലസ് എ ബി ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോംപ്ലക്സ് നമ്പറിന് എഴുതണം. പക്ഷേ നമുക്ക് ഇവിടെ തന്നേക്കുന്ന പോളാർ ഫോമിൻ്റെ ആ പോളാർ കോർഡിനേറ്റ് ഉള്ള ആറും തീറ്റയാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പോളാർ ഇക്വേഷൻ എഴുതണം. ദ പോളാർ ഇക്വേഷൻ ഈസ് z ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. ഓക്കെ, സംശയമൊന്നുമില്ല. ആറിൻ്റെ വാല്യൂ കൊടുക്കുക 2 ആണ്. കോസ് തീറ്റയുടെ വാല്യൂ എത്രയാണ്? പൈ ബൈ 3 ആണ്. പ്ലസ് i സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? പൈ ബൈ 3 ആണ്. ഈ വാല്യൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് എ ബി ഫോമിൽ കിട്ടും. തന്നേക്കുന്ന പോളാർ കോർഡിനേറ്റ്. സോ അതിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്ത് കിട്ടും? 2 കോസ് പൈ ബൈ 3 എന്ന് പറയുന്നത് നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. പ്ലസ് i സൈൻ പൈ ബൈ 3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ √3/2 ആണ്. ഓക്കെ, ദെൻ 2-നടുത്ത് അകത്ത് മൾട്ടിപ്പിൾ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് i √3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. എ പ്ലസ് എ ബി ഫോം ആയില്ല. ദിസ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ എബോവ് കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പറിന് എന്താണ് പഠിക്കാം? സ്ക്വയർ റൂട്ട് ആണ് പഠിക്കണം. അതായത് ദെൻ എ പ്ലസ് ഐ ബി വിൽ ബി ഈക്വൽ ടു എന്തെടുക്കുക? റൂട്ട് ഓഫ് 1 പ്ലസ് i √3 എന്നെടുക്കുക. ശേഷം ഇപ്പുറത്തോട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ഐ ബി ദ ഹോൾ സ്ക്വയർ എന്നാവും. വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് i √3 എന്ന് കിട്ടും. ഇതിനെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ നേരത്ത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2ab i എന്നൊരു ഫോം കിട്ടും. വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് i √3. റിയൽ പാർട്ടിനെ ഇമാജിനറി പടങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നും 2ab ഈക്വൽ ടു എന്ത് കിട്ടും? √3 എന്നും കിട്ടും. നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ടായിരുന്നു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab ദ ഹോൾ സ്ക്വയർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുടെ വാല്യൂ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് മറ്റേ √3 ദ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് 3 ഈക്വൽ ടു 4. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ എന്ത് കിട്ടും? √4 എന്ന് കിട്ടും. വിൽ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ ആണല്ലോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒരു വാല്യൂ ഉണ്ട്. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. സോ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 2. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 നമ്മൾ കൂട്ടാം. അപ്പോൾ എന്ത് കിട്ടും? ഇത് നമ്മൾ കട്ട് ചെയ്ത് പോകും. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ത് കിട്ടും? 2a സ്ക്വയർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ എ സ്ക്വയർ ഈക്വൽ ടു 3/2. എ ഈക്വൽ എന്ത് കിട്ടും? √3/2 എന്ന് കിട്ടും. ഈ എയുടെ വാല്യൂ എന്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക? എ ഈക്വൽ ടു √3/2 ഇൻ ഇക്വേഷൻ നമ്പർ 1-നകത്ത് അപ്ലൈ കൊടുക്കുക. 1-നകത്ത് അപ്ലൈ കൊടുക്കാൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1-നകത്ത് 2-നകത്ത് എവിടെ അപ്ലൈ കൊടുത്താൽ നമുക്ക്. ഓക്കെ, നമുക്ക് 2-നകത്ത് അപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2-നകത്ത് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ റൂട്ടം കട്ട് ചെയ്യും. അപ്പോൾ 3/2 പ്ലസ് ബി സ്ക്വയർ ഈക്വൽ 2 എന്നാവും. സോ ബി സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് വരുമ്പം 3/2. ദെൻ ക്രോസ് ചെയ്യുക. അപ്പോൾ 4 - 3 /2 വിൽ ബി ഈക്വൽ 4 - 3 എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1/2 എന്ന് കിട്ടും. സോ നമുക്ക് ബി സ്ക്വയർ ആണ് 1/2 എന്ന് കിട്ടും. ബി എന്ത് കിട്ടും? √1/2 ദെൻ വിൽ ബി ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ 1/√2, എയുടെ വാല്യൂ √3/2 നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാര്യം ഉദ്ദേശിക്കുന്നത് എന്താ? സ്ക്വയർ റൂട്ട് അപ്പോൾ എയിലും ബിയിലും ആയിരിക്കും നമുക്ക് എഴുതേണ്ടത്. നമ്മൾ പിന്നെ നോക്കണം 2ab എന്ന് വെച്ചാൽ പോസിറ്റീവ്. അപ്പം ഒന്നെങ്കിൽ എയും ബിയും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എയും ബി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്ക്വയർ റൂട്ടിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഇതാണ് വരുന്നത്. √3/2 പ്ലസ് 1/√2i
അല്ലെങ്കിൽ ഓർ അടുത്തൊരെണ്ണമുണ്ട് -√3/2 -1/√2 ആയി. ഈ രണ്ട് ഇക്വേഷൻസ് എന്തിനകത്തുള്ളത്? നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടിനകത്ത് ആൻസർ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, വളരെ സിമ്പിളായിരുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു മോഡുലസും ഉണ്ടായിരുന്നു, പിന്നെ എന്തും ഉണ്ടായിരുന്നു, തീറ്റ എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റും ഉണ്ടായിരുന്നു. ഡയറക്റ്റ് എന്ത് ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. വേറെ വലിയ പാടൊന്നും അത് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടും. പിന്നെ ആ കോംപ്ലക്സ് നമ്പർ എന്തെന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട്. നമ്മൾ നേരത്തെ റിവിഷൻ ബാക്കിനൊക്കെ ആടിയിട്ടുള്ള എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സോൾവ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയായിരിക്കും എന്ന് കഴിയുന്നു. നിങ്ങൾക്ക് ഗ്രാഫ് വന്നേ ഞാൻ ഒരു ഫോം മാത്രം ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഗ്രാഫ് സോൾവ് ചെയ്യുന്നതൊക്കെ അറിയാം, നമുക്ക് പോയിന്റ് എടുക്കുന്നതൊക്കെ അറിയാം. ഒരു ഇക്വേഷൻ എഴുതുക. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ് ലീനിയർ ഇക്വാലിറ്റി ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2x + y = 4 എന്ന് വന്നേക്കുന്ന. സോ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് 2x + y = 4ൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ബോക്സ് തിരിക്കാം. x y എന്നെടുക്കാം. ഫസ്റ്റ് എക്സിന് 0 കൊടുക്കാം. അതിന് ഇതിനെങ്ങനെ എഴുതാം? 2x + y = 4 എന്നെടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ശേഷം yക്ക് 0 കൊടുക്കുമ്പോൾ x എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. രണ്ട് പോയിന്റ്സ് കിട്ടും. നമുക്ക് അങ്ങനെ എത്ര ഇനിക്വാലിറ്റി ഉണ്ടായിരുന്നു? 3 ഇനിക്വാലിറ്റി ഉണ്ടായിരുന്നു. ശേഷം 5 ഇനിക്വാലിറ്റി പറഞ്ഞേക്കുന്നത്. x > x > 0 y > 0 ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇത് വെച്ച് വരച്ച് കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ XY ആക്സിസ് വരും. ഒരു ലൈൻ ഇങ്ങനെ പോകുന്നത് കാണാം, മറ്റൊരു ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെയല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഇങ്ങനെ പോകുന്നത്. ആദ്യത്തെ ഇക്വാലിറ്റി ലൈൻ ഇങ്ങനെയാണ്, രണ്ടാമത്തെ ലൈൻ ഇക്വാലിറ്റി ഇങ്ങനെയാണ്, മൂന്നാമത്തെ ലൈൻ ഇക്വാലിറ്റി ഇങ്ങനെ വന്നതിന് ശേഷം ഇതിൽ വന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ലൈനാണ് കയറി പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ചെറിയൊരു ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ ആയിരിക്കും നിങ്ങൾക്ക് എന്തെന്ന് കിട്ടുന്നത്? ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, വരയ്ക്കാനൊക്കെ അറിയാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇങ്ങനെ ലൈൻ വരും, ശേഷം അങ്ങനെ നമുക്ക് റീജിയൻ ആണെന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് x + 1/x the whole raised 6. x + 1/x എന്ന് പറയുന്ന സാധനത്ത് എന്ത് ചെയ്യണം? നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. x + 1/x the whole raised 6 എക്സ്പാൻഡ് ചെയ്യുമെന്നും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉറപ്പായിട്ടും പറഞ്ഞായിരുന്നു. ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പാൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ ഇതാണ്, x + 1/x the whole raised 6 ആണ്. എക്സ്പാൻഡ് ചെയ്യുമ്പം ഫസ്റ്റ് എന്താണ്? 6 0 തുടങ്ങും. ആദ്യത്തിൻ്റെ പവർ എന്തായിരിക്കും? 6 ആയിരിക്കും. രണ്ടാമത്തിൻ്റെ പവർ 0 ആയിരിക്കും. പ്ലസ് അടുത്ത് എന്ത് വരും? 6c1 x⁵5 1/x the whole raised to 1 പ്ലസ് 6c2 x⁴ 1/x the whole raised to 2. ശേഷം പ്ലോട്ട് ചെയ്തുവാണ്. പ്ലസ് 6c3 x³ 1/x the whole raised to ക്യൂബ് പ്ലസ് 6c4 x² 1/x the whole raised to 4 പ്ലസ് 6c5 x 1/x the whole raised to 5 പ്ലസ് 6c6 എക്സിൻ്റെ ടൈം ഇല്ലാതെ ഇപ്പോൾ ബാക്കി എന്ത് കിട്ടും? 1/x the whole raised to 6 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പാൻഷൻ ആയിട്ട് വരുന്ന. ശേഷം ഈ എക്സ്പാൻഷൻ 6c0യും 6c1നെ 6c2 അതുപോലെ x⁵5 എക്സ്പാൻഡ് ചെയ്യുക. x⁵5ൻ്റെ ഈ ഒരു 5 ഇത് നമ്മൾ കട്ട് ചെയ്ത് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇവിടെ സ്ക്വയർ ആകും, അത് കട്ട് ചെയ്ത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇവിടെ കട്ട് ചെയ്ത് എന്ത് കിട്ടും? 0 ഒന്നും കിട്ടത്തില്ല, 1 ആണ് വരുന്നത്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ താഴെ മണ്ടക്കൊരു 1 എന്ന് വരും. ഓക്കെ, സോറി, താഴെ 2 എന്ന് വരും. ഇവിടെ താഴെ 4 എന്ന് വരും. ഇവിടെ 6 എന്ന് വരും. ഓക്കെ, അങ്ങനെ താഴെ വരും. പിന്നെ 6c0 6c5 വാല്യൂസ് കൊടുത്ത് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ? എക്സ്പാൻഡ് ചെയ്ത് അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദ എക്സ്പാൻഷൻ x/3 പ്ലസ് 9y the whole raised to 10 എന്ന് പറയുന്ന എന്തിൻ്റെ ഒരു എക്സ്പാൻഷൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ച്. മിഡിൽ ടേം എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ 10 എന്ന് കാണുന്നത് ഈവൻ നമ്പറാണ്. സോ അപ്പോൾ ഈവൻ നമ്പർ മിഡിൽ ടേം 5 മാറും എന്ന് വരുമെന്നൊരു കരുതലോട്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 ടേംസ് 10 എന്ന് പവർ വരുമ്പോൾ 11 എന്തുണ്ടായിരിക്കും? ടേംസ് ഉണ്ടായിരിക്കും. സോ 11 ടേംസ് ആകുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം വെച്ച് എന്തായിരിക്കും? 6 ആയിരിക്കും വരുന്നത്. ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ അറിയാം. TR+1 = NCR A⁻n−r B⁻r എന്നാണ്. ഓക്കെ, നമുക്ക് 6 നമുക്ക് എന്തുണ്ട്? 6ാമത്തെ പദമാണ് കിട്ടുന്നത്. അപ്പോൾ 6ൻ്റെ പദം നമ്മൾ എന്ത് കൊടുക്കണം? 5 എന്ന് കൊടുക്കണം. 5+1 = n അറിയാം, 10 ആണ്. അപ്പോൾ 10c5 a എന്ന് വെച്ചാൽ x/3. അപ്പോൾ x/3 the whole raised to 10 - 5 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടും. പിന്നെ b⁻5 എന്ന് വെച്ചാൽ 9y the whole raised to 5 എന്ന് വരും. സോ എന്ത് ചെയ്യുക? 10c5 വാല്യൂ അപ്ലൈ. x/3 the whole raised to 5 എക്സിനും പവർ കൊടുക്കുക, 3ക്കും പവർ കൊടുക്കുക, ഈ രണ്ടിനും എന്ത് കൊടുക്കുക? പവർ കൊടുക്കുക. പവർ കൊടുത്ത് നമ്മൾ ചെയ്യാൻ നേരത്തെ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ മാത്രമേ ഒന്ന് കുറിച്ച് വെക്കാം. അവസാനം കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 61236 61236 x⁵5 y⁵5 ഇങ്ങനെ ഒരു ആൻസറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന അവസാനം കൊണ്ട് എത്തിക്കപ്പെടുന്നു. ഓക്കെ, ഇത് നമ്മൾ 10c5ൻ്റെ വാല്യൂ പിന്നെ 5 എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൊടുത്ത് ഇത് 9ഉം കൊടുത്ത് വൈക്കും കൊടുത്ത് അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകണം. നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. 2 മാർക്കിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുക. ശേഷം എക്സ്പാൻഡ് ഇവിടെ വെച്ച് ചെയ്ത് നിർത്തിയാൽ പോരാ, ഇതിന് എക്സ്പാൻഡ് ചെയ്ത് ബാക്കി കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, ഇനി മറ്റൊരു ചോദിച്ചത് മിഡിൽ ടേമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ടൈപ്പ് വെച്ചൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. കാരണം ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ മോഡലാണ്. സോ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നല്ലൊരു മാർക്ക് അടസ്സമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു ക്ലാരിഫൈ ഇല്ല, നിങ്ങൾ പഠിക്കാനുള്ള സിലബസ് ലെവൽ ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി വന്നു. ഓക്കെ, നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെ ആയിരുന്നു. എന്തിൽ എലിപ്സിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. 14 ബി എന്ന് പറയുന്ന എലിപ്സിലെ ക്വസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്നത് ഒരു എലിപ്സ് ഫിഗർ വന്നപ്പോൾ ഉണ്ട്. ഫിഗറിനകത്ത് മുകളിലോട്ട് നോക്കിയാൽ മതി, മുകളിലോട്ട് 3 ആണ്, സൈഡിലോട്ട് 2 ആണ്. അപ്പം വലുത് ഏതാണെന്ന് നോക്കുക. വലുതെന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഞാൻ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്ന അറിയാം, ഏതാണോ വലുതെന്ന് പറയുന്നത് അത് ആ ആക്സിന് താഴെ ആയിരിക്കും. ഇവിടെ y ആക്സിലാണ് വലുത് നിൽക്കുന്നത്. സോ ഇക്വേഷൻ എങ്ങനെ വരും? x square by b square plus y square by a square equal to 1. ഇങ്ങനെയാണ് വരിക. സോ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. x square by b square എന്ന് വെച്ചാൽ 4 വരും, പ്ലസ് y square by 3 square 9 വരും, വിൽ ബി ഈക്വൽ ടു 1. ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ആ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം വൈയിലാണ് ഏറ്റവും വലിയ വാല്യൂ, വൈയുടെ താഴെ വരത്തുള്ളൂ. എക്സിലാണ് വലിയ വാല്യൂ വയ്ക്കുന്നതെങ്കിൽ എക്സിൻ്റെ താഴെ ആയിരിക്കും അങ്ങനെ വരുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഫൈൻഡ് ദ കോ ഓർഡിനേറ്റ് ഓഫ് ഫോസി. ഫോസിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഫോസിയുടെ കോർഡിനേറ്റ് നമ്മളറിയാം സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഇക്വേഷൻ ആണ്. അതിൻ്റെ ഫോസി കണ്ടുപിടിക്കണം. അപ്പോൾ അപ്ലൈ കൊടുക്കാം. എ സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്, 9 മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. 9 മൈനസ് 4 എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. 5 എന്ന് വെച്ചാൽ റൂട്ട് 5. അപ്പോൾ സി എന്ന് വെച്ചാൽ റൂട്ട് 5 ആണ്. സോ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിലായിരിക്കും എന്ത് വരുന്നത്? ഫോക്കസ് വരുന്നത്. സോ അതിൻ്റെ കോർഡിനേറ്റ് വരുന്നത് ഫോക്കസിൻ്റെ ഫോസിയുടെ കോർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 എന്നാണ് പറയുന്നത്. വൈ ആക്സിലാണ് x0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത 15ാമത്തെ ചോദിച്ചത് മാത്തമാറ്റിക്കൽ റീസണിംഗിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ കോൺട്രാ പോസിറ്റീവ് എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയാമായിരിക്കുമല്ലോ. നെഗേഷൻ എഴുതി വെക്കാൻ നോട്ട് ചേർത്ത് അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. 2 ടേംസ് 2 സെൻറ്റൻസ് പോലെ രീതിയിലാണ് തന്നേക്കുന്നത്. 2 കണ്ടീഷൻ പറയണം. അപ്പോൾ 2 എന്ത് പറയണം? നോട്ട് ചേർത്ത് പറയണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 then it is divisible by 3. If a number is divisible by 9 then it is divisible by 3. കോൺട്രാ പോസിറ്റീവ് എങ്ങനെ വരും? ഇഫ് ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 then it is not divisible by 3. 2 നോട്ട് ചേർത്ത് അങ്ങ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കോൺട്രാ പോസിറ്റീവിലോട്ട് എത്തിക്കുന്നത്. ഒരു മാർക്കിൻ്റെ ആയിരുന്നു. നെക്സ്റ്റ് അടുത്തത് ബൈ മെത്തേഡ് ഓഫ് കോൺട്രാഡിഷൻ പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. വെരി ഇമ്പോർട്ടൻ്റ് പറഞ്ഞതാണ്. കാരണം റൂട്ട് 5 ഇറാഷണൽ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് 5 ഇറാഷണൽ എന്ന് ചോദിക്കും. കാരണം റൂട്ട് 3 അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. റൂട്ട് 5 ഇറാഷണൽ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ റൂട്ട് 5 ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കുന്നു? റാഷണൽ നമ്മളൊന്ന് വിളിക്കുന്നു. ശരി, അത് കോൺട്രാഡിഷൻ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് തിരിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. കോൺട്രാഡിഷൻ എന്ന് വെച്ച് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ റൂട്ട് 5 നമ്മൾ എന്ത് വിളിക്കുന്നു? P/Q എന്ന് വിളിക്കുന്നു. റൂട്ട് 5 നമ്മൾ എന്ത് വിളിക്കുന്നു? P/Q. അപ്പോൾ റാഷണലായി. ഇറാഷണൽ നമ്മൾ തെളിയിക്കണം. സോ റാഷണൽ എന്ന് വിളിക്കണം. 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സോ സ്ക്വയർ ചെയ്യുന്നത് ഇത് 5 ആവും. ഇതെന്തായിട്ട് മാറും? P സ്ക്വയർ ഈക്വൽ ടു Q സ്ക്വയർ എന്നാവും. ഈ Q സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ P സ്ക്വയർ ഈക്വൽ എന്തെന്നായി? 5Q സ്ക്വയർ എന്നായി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും P എന്ന് പറയുന്ന സാധനം എന്തുണ്ട്? ഒരു കോമൺ ഫാക്ടറായിട്ട് 5 എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഓക്കെ ആണല്ലോ, 5 എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ Pക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുന്നു? 5K എന്നങ്ങ് അപ്ലൈ ചെയ്യുന്നു. Pക്ക് പകരം 5K. പുട്ട് P ഈക്വൽ ടു 5K എന്ന് അപ്ലൈ ചെയ്യുന്നു. ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1ലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ P ഈക്വൽ ടു 5K ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായി Pക്ക് എന്തുണ്ടെന്ന് ഒരു കോമൺ ഫാക്ടർ എന്ന് മനസ്സിലായി. അടുത്ത ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 5Kയുടെ സ്ക്വയർ. 5Kയുടെ സ്ക്വയർ എന്ന് 25K സ്ക്വയർ എന്ന് വരും. വിൽ ബി ഈക്വൽ ടു 5Q സ്ക്വയർ എന്നാവും. ഈ 5ഉം ഈ 25 കട്ട് ചെയ്ത് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് Q സ്ക്വയർ ഈക്വൽ ടു 5K സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും Qക്കും എന്തുണ്ടെന്ന് ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ എന്ത്? Pക്ക് ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? Qക്കും കോമൺ ഫാക്ടർ. അപ്പോൾ എന്തല്ല? ഇസ് എ കോൺട്രാഡിഷൻ. നമ്മൾ എടുത്ത സാധനം എന്താണ്? കോൺട്രാഡിഷൻ ആണ്. കോൺട്രാഡിഷൻ ആയതുകൊണ്ട് റൂട്ട് 5 എന്തായിരിക്കും? നമ്മൾ എടുത്ത സാധനം തെറ്റാണ്. നമ്മൾ എടുത്തത് എന്താ? റൂട്ട് 5 എന്താണെന്ന് എടുത്തേക്കുന്ന? റൂട്ട് 5 എന്ന് വെച്ചാൽ റാഷണൽ നമ്മൾ എടുത്തേക്കുന്നത് റാഷണൽ അല്ല. സോ കോൺട്രാഡിഷൻ റൂട്ട് 5 എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. ദെൻ അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ. 16ാമത്തത് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 കൂടെ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. If E and F are 2 events such that P of E equal to 1/4. E യും F എന്ന് പറയുന്നത് എന്താണ്? 2 ഇവൻറ്റ്സ് ആണ്. E യും F എന്ന് പറയുന്നത് 2 ഇവൻറ്റ്സ് ആണ്. സോ E F എന്ന് പറയുന്നത് 2 ഇവൻറ്റ്സ് ആണല്ലോ. P of E എന്ന് വെച്ചാൽ 1/4 ആണ്. P of F എന്ന് വെച്ചാൽ എന്താണ്? 1/2 ആണ്. P of E and F എന്ന് വെച്ചാൽ 1/8. നമുക്ക് ഇങ്ങോട്ട് എഴുതാം. പറഞ്ഞ എന്തൊക്കെയായിരുന്നു? P of E എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, P of F എന്ന് വെച്ചാൽ 1/2 ആണ്. ഓക്കെ ആണ്. P of E and F എന്ന് നമ്മൾ സിമ്പിൾ ആക്കുമ്പോൾ ഈ ഇൻ്റർസെക്ഷൻ F എന്ന് പറയും. സോ ഈ ഇൻ്റർസെക്ഷൻ എന്ന് 1/8 ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. P of E or F. E or F എന്ന് വെച്ചാൽ ഇക്വേഷൻ അറിയാം. E യൂണിയൻ Fനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? E or F എന്ന് പറയുന്നത്. ഇക്വേഷൻ എങ്ങനെ മാറും? P of E പ്ലസ് P of F മൈനസ് P of E ഇൻ്റർസെക്ഷൻ F എന്നാണ്. P of Eയുടെ വാല്യൂ എത്രയാണ്? 1/4 ആണ്. 1/4 പ്ലസ് 1/2 മൈനസ് 1/8. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 + 4 / 8 - 1/8. 2 + 4 എത്ര? 6/8 - 1/8 ഈക്വൽ ടു
5/8 എന്ന് കിട്ടും. എന്തിട്ട് പി ഓഫ് ഇ യൂണിയൻ എഫിൻ്റെ വാല്യൂ കിട്ടി എന്ത് 5/8 എന്ന് കിട്ടി. അടുത്ത പറഞ്ഞേക്കുന്ന പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. നോട്ട് ഇ നോട്ട് എഫ് നമ്മൾ ചെയ്തതാണ്. നോട്ട് ഇ നോട്ട് എഫ് വരുവാണെങ്കിൽ ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ആണ്. ദെൻ വിൽ ബി ഈക്വൽ ടു ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് എങ്ങനെ എഴുതാം? പി ഓഫ് ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ദെൻ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ്. ഈ യൂണിയൻ എഫിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണെന്ന് 5/8. സോ 1 മൈനസ് 5/8 ഈക്വൽ ടു 8 മൈനസ് 5 ഡിവൈഡ് ബൈ 8 ദെൻ ഈക്വൽ ടു 3/8. അപ്പോൾ പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫിൻ്റെ വാല്യൂ എത്രയാണ്? 3/8 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന കുറച്ചും കൂടെ ഒരു തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്നും മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ കമ്മിറ്റി ഓഫ് 2 പേഴ്സൺസ് ഈ സെലക്ടഡ് ഫ്രം എ 2 men and 2 women. അതായത് ഒരു കമ്മിറ്റിക്കകത്ത് 2 പേഴ്സൺസിന് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. 2 പേരാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞാൽ 2 പേരെ സെലക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് പറയുന്നത്. സോ അതെന്താണ് ഒരു കോമ്പിനേഷൻ മോഡലായിരിക്കും. ഓക്കെ, അവിടെ ഏത് കമ്മിറ്റിക്ക് എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 2 മെന്നും ഉണ്ട്, 2 വുമണും ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദ കമ്മിറ്റി വിൽ ഹാവ് 1 men? ഒരു മെന്നിനെ കളക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോബിലിറ്റി എന്താണോ കണ്ടുപിടിക്കുന്നത് അതിന് എണ്ണത്തെ ടോട്ടൽ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇവിടെ ടോട്ടൽ എണ്ണം എന്ന് വെച്ചാൽ 4 അല്ല എടുക്കും, നമ്മൾ കളക്ഷനാണ് വേണ്ടത്. കളക്ഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര പേരുണ്ട്? 2 men and 2 women എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ അതിനകത്ത് പറഞ്ഞേക്കുന്ന 4Z2 4 നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്: എ കമ്മിറ്റി ഓഫ് 2 persons ഈ സെലക്ടഡ് ഫ്രം 2 men and 2 women. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് കമ്മിറ്റി വിൽ ഹാവ് 1 man 2 men? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ് ഒരു കമ്മിറ്റിന് 2 പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2 പേഴ്സണെ സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു എന്താണ്? നമ്മുടെ കോമ്പിനേഷൻ മെത്തേഡാണ്. ഓക്കെ, 4 പേരാണ് കമ്മിറ്റിക്കകത്തുള്ളത്. അപ്പം നമുക്ക് ഒരു പ്രോബിലിറ്റി കാണുമ്പോൾ എങ്ങനെയാണ് ആ കണ്ടുപിടിക്കേണ്ട എണ്ണം എത്രയാണ് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന 1 man കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എണ്ണം അറിയാം. ടോട്ടൽ എണ്ണം വെച്ചാൽ കളക്ഷനാണ്. അത് 4 ഉണ്ട്. 4 2 പേര് വെച്ച് കളക്ട് ചെയ്യണം. അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 4C2 ways ആണ്. 4C2 ways ആണ്. നമ്മുടെ ഡിനോമിനേറ്റർ വരുന്നത് 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 1 man ഒരു മാനെ നീ കളക്ട് ചെയ്താൽ മതി. 2 പേരാണ് നീ കളക്ട് ചെയ്യുന്നത്. സോ 2 പേരെ കളക്ട് ചെയ്യുന്ന നേരത്ത് 2 പേരെ നീ കളക്ട് ചെയ്യുന്നത്. 2 പേരെ കളക്ട് ചെയ്യുന്നത് എന്താണ്? ഒന്ന് 2Z1 ഒരാളെ നീ കളക്ട് ചെയ്യുകയാണ്. സോ 2 പേരെ വെച്ചാണ് കളക്ട് ചെയ്യുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് 2C1 ആയിരിക്കും വരുന്നത്. നമുക്ക് 2C1ൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതായിരിക്കും. 2C1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2C1 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരാളെ മാത്രമേ കളക്ട് ചെയ്തുള്ളൂ. അത് മെന്നാണെന്ന കണ്ടീഷനെ പറഞ്ഞുള്ളൂ. ഒരാളെ മാത്രമേ കളക്ട് ചെയ്ത് മെന്നാണെന്ന കണ്ടീഷൻ പറഞ്ഞുള്ളൂ. ഇനി ബാക്കി ഒരാളും ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 2 പേരെ കളക്ട് ചെയ്യുന്നത്. സോ അടുത്തേം 2C1 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ 2 പേരെ കളക്ഷൻ ആയല്ലോ. കാര്യം കത്തിക്കാണെന്ന് കരുതുന്നു. 2 പേരെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ആദ്യമേ. അത് ഒരാൾ മെന്നാണെന്ന കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. സോ ആ 2Cയിൽ ഒന്ന് എന്തായിരിക്കും? മെന്നാണെങ്കിൽ മറ്റേ എന്തായിരിക്കും? വുമൺ ആയിരിക്കും. ഓക്കെ, ദെൻ ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 4Z2 ആയിരിക്കും. 2C1 വരെ 2 ആണ്. അപ്പോൾ 2 × 2 ഡിവൈഡ് ബൈ 6 എന്ന് വരും. 2 × 2 എത്ര? 4/6 വിൽ ബി ഈക്വൽ എന്ത് കിട്ടും? 2/3. ആദ്യത്തെ ആൻസർ വന്നത് 2/3 ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ 2 men. 2 എന്താകാനുള്ള പ്രോബിലിറ്റിയാണ്? മെൻ ആകാനുള്ള പ്രോബിലിറ്റി ചോദിച്ചേക്കുന്നത്. 2 മെന്നാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? 2 കളക്ഷൻ ചെയ്ത് 2 എന്താണ് മെൻ? അപ്പോൾ 2C2 മാത്രമേ ഉള്ളൂ. 2 കളക്റ്റഡ് ആയല്ലോ. ഡിവൈഡ് ബൈ 4Z2. ദെൻ വിൽ ബി 2C2 വാല്യൂ എന്താണ്? 1 ആണ്. 1 ഡിവൈഡ് ബൈ 4Z2 6 കിട്ടും. അപ്പം അതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? 1/6 ആണ് എന്ത് കിട്ടുന്നത്? അതിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ കാര്യം നമുക്ക് സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ ആണല്ലോ. 1/6 നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ആൻസർ കിട്ടുന്നു. അപ്പം ഈ കാര്യം നമുക്ക് എന്തില്ല സംശയമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ, കളക്ഷൻ്റെ മോഡൽ വെച്ചൊരു ക്വസ്റ്റ്യൻ വന്നത് മാത്രമേ കാണുള്ളൂ. ഓക്കെ, നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ പറയപ്പെടുന്നത് നമ്മുടെ എന്തിനകത്തെയാണ്? ട്രിഗണോമെട്രിക്കകത്തെ ക്വസ്റ്റ്യനാണ് 17ാമത്തെ പറയുന്നത്. ട്രിഗണോമെട്രിക് ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഇഫ് tan x ഈക്വൽ ടു -5/12. tan x എന്ന് വെച്ചാൽ എത്രയാണ്? -5/12 ആണ്. ഈസ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. tan x എന്ന് പറഞ്ഞാൽ എന്താണ്? -5/12 ആണ്. tan x എന്ന് വെച്ചാൽ -5/12 ആണ്. എക്സ് നിൽക്കുന്നത് ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചതിന് ശേഷം അറിയാം ഈ നെഗറ്റീവ് വരുന്ന എന്തിൻ്റെയാണ്? ക്വാഡ്രന്റിൻ്റെ. സെക്കൻഡ് ക്വാഡ്രന്റിൽ tan എന്താണ്? നെഗറ്റീവ് ആയതിൻ്റെ നെഗറ്റീവ് ആണോ? അല്ല, സംഖ്യ നെഗറ്റീവ് അല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് എന്ന് കൊടുക്കാം. ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ടാൻ്റെ നമ്മുടെ കണ്ടീഷൻ ടാൻ്റെ ഒരു എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സോറി, അപ്പോൾ 5 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. 12 എന്ന് വെച്ചാൽ അഡ്ജസൻ്റ് ആയിരിക്കും. 12ഉം 5 ഇത് വെച്ച് നമുക്ക് ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കാനുള്ള √12² + 5². 12² എത്ര? 144 + 5² 25 വരും. അപ്പോൾ കൂട്ടും നമുക്ക് 169 കിട്ടും. എത്ര വരും? 13 എന്നായിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ ഹൈപ്പോട്ടൻസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് tan x കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് cot x കണ്ടുപിടിക്കാം. cot x എത്രയായിരിക്കും? -12/5 തിരിച്ചിട്ടാൽ മതി. ഇനി
സൈൻ എക്സ് കണ്ടുപിടിക്കുക ചെയ്യുന്നു. സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സൈൻ എക്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇത് കിട്ടും 5/13 എന്ന് കിട്ടും. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? കൊസീക്ക് കണ്ടുപിടിക്കാം. കൊസി എക്സ് ഈക്വൽ ടു 13/5 എന്നുണ്ട്. അതുമായി ഇനി കോസ് എക്സിൻ്റെ വാല്യൂ. കോസ് എക്സ് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ 12/, എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. ഇത് നിൽക്കുന്ന എക്സ് ലൈസ് ചെയ്യുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് അവിടെ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ -12/13. കോസ് കണ്ടുപിടിച്ചാൽ അടുത്ത് എന്താണ് നമുക്ക് വേണ്ടത്? സീക്ക് എക്സ് ആണ്. സീക്ക് എക്സിൻ്റെ റെസിപ്രോക്കൽ. സോ -13/12. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരെണ്ണം കിട്ടിയ ട്രയാങ്കിൾ വരയ്ക്കുക. സിമ്പിൾ കണ്ടുപിടിക്കുന്ന കാര്യമുള്ളൂ. എത്ര മാർക്ക്? 2 മാർക്കിന് ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിത്തൗട്ട് യൂസിങ് ട്രയാങ്കിൾ യൂസ് ചെയ്യാതെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇഫ് ടാൻ എക്സ് ഈക്വൽ 3/4. ക്വസ്റ്റ്യൻ ഇതാണെന്ന് പറഞ്ഞത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്നാണ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു കണ്ടീഷൻ, ഒരു സാധനം തന്നേപ്പോണ്ട്. ടാൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/4 ആണ്. ഓക്കെ, നമുക്ക് ത്രൂ ഔട്ട് ഇതിനെ എന്ത് ചെയ്യാം? അതിൻ്റെ കോസ് എക്സ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആവും. ഇവിടെ എന്താവും? കോസ് എക്സ് ബൈ കോസ് എക്സ് ആവും. ഓക്കെ, ദെൻ ഡിവൈഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആവും. ഇവിടെ എന്താവും? മൈനസ് കോസ് എക്സ് ബൈ കോസ് എക്സ് ആവും. പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത്? കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്. സൈൻ എക്സ് ബൈ കോസ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ടാൻ എക്സ് +1 ഡിവൈഡ് ബൈ ടാൻ എക്സ് -1. ടാൻ എക്സിൻ്റെ വാല്യൂ എത്ര? 3/4 തന്നേപ്പോൾ നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ത് വരും? 3/4 + 1 ഡിവൈഡ് ബൈ 3/4 -1. കുറച്ച് സ്റ്റോപ്പ് ചെയ്യൽ, ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 + 4 ഡിവൈഡ് ബൈ 4 ദെൻ ഡിവൈഡ് ബൈ 3 - 4 ഡിവൈഡ് ബൈ 4. ഈ 4ഉം 4ഉം കട്ട് ചെയ്ത് പോകും. 3 + 1 വാല്യൂ എത്രയാണ്? 7 ആണ് വരുന്നത്. 3 - 4ൻ്റെ വാല്യൂ വരുന്നത് -1 ആണ്. സോ വാല്യൂ ഈസ് -7. അതിന് ഉത്തരം വരുന്നത് -7 ആണ് നമുക്ക് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് sin 5x + sin 3x ഡിവൈഡ് ബൈ cos 5x + cos 3x ഈക്വൽ ടു tan 4x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. sin 5x + sin 3x ഡയറക്റ്റ് ഇക്വേഷനാണ്. 2 sin x + y/2 cos x - y/2 എന്ന് വെച്ചാൽ കോസിൻ്റെ ആണ് ഡയറക്റ്റ് ഇക്വേഷനാണ്. 2 cos x + y/2 cos x - y/2 അത് അപ്ലൈ ചെയ്യുക. 2 × 2 കട്ട് ചെയ്ത് പോകും. 2 കോസും കട്ട് ചെയ്തു. സൈനും കോസും വരും. sin ബൈ കോസ് എന്താണ്? ടാൻ ആണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ മനസ്സിലാകുന്ന വരുന്നു. ഇത്ര സിമ്പിളായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് വെച്ചാൽ വളരെ പാടൊന്നും ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ ചോദിച്ചൊന്നുമില്ല. ഓക്കെ, ദെൻ നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റേഴ്സ് അറേഞ്ച്മെൻറ്റ് ദറ്റ് ക്യാൻ ബി മേഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ സോ ദാറ്റ് ഓൾ വവൽസ് ഒക്കർ ടുഗദർ. അപ്പം വവൽസ് വെച്ച് ഒക്കർ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളത് വവ്വലുള്ളതൊക്കെ നോക്കിയാൽ മതി. എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. എയും യുവും ഇ ആണ് അതിനകത്ത് 3 വവൽസിനകത്തുള്ളൂ ഡോട്ടറിനകത്ത്. അത് വെച്ച് ഒക്കർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന രീതി നമുക്ക് എന്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതും വലിയ പാടൊന്നും ഇല്ലാതെ നമ്മളൊന്നും ചെറുതായിട്ടൊന്നും തിങ്ക് ചെയ്യുന്ന കുഴപ്പം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പറയുന്നത് നമുക്ക് വവൽസിന് അറേഞ്ച് ചെയ്യാം. എ യു ഇ എന്ന് അറേഞ്ച് ചെയ്യാം. യു എ ഇ അങ്ങോട്ട് മാറ്റി അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ടേഴ്സിൻ്റെ ബാക്കി എഴുതാം. ഫസ്റ്റ് വൺ എ യു ഇ ആ വവൽസ് രീതി വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്ത് കിട്ടാം? ഈ 3 ലെറ്റേഴ്സേ ആകെ ഉള്ളൂ. എന്ത് വവൽസ് എന്ന് പറയുന്നത്? വവൽസ് എത്ര? 3 ലെറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ ആയിരിക്കും വരുന്നത്? 3 രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം. എത്ര രീതി അറേഞ്ച് ചെയ്യാം? 3 രീതി അറേഞ്ച് ചെയ്യാം. സോ എന്ത് കിട്ടും? 3p3 ആണ് കണ്ടുപിടിക്കുന്നത്. സോ 3p3 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 - 3 ദ ഹോൾ ഫാക്ടോറിയൽ എന്നാൽ 3 - 3 എന്ന് വെച്ചാൽ 0 ആയ 0 ഫാക്ടോറിയൽ 1 ആണ്. നിങ്ങൾ പെർമ്യൂട്ടേഷൻ പഠിക്കുന്ന കാര്യം തന്നെ. സോ 3 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ 3 ഫാക്ടോറിയൽ കിട്ടുന്ന എത്രയാണ്? 1 × 2 × 3 വരും 6 കിട്ടും. ആൻസർ കഴിഞ്ഞില്ല. ഇത് വവൽസിൻ്റെ മാത്രം അറേഞ്ച് ചെയ്യുള്ളൂ. 3 ലെറ്റേഴ്സ് കഴിഞ്ഞ ശേഷം ഡോട്ടേഴ്സിൻ്റെ ബാക്കി ലെറ്റേഴ്സ് ഉണ്ട്. ബാക്കി ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ 6 ലെറ്റേഴ്സ് ബാക്കിയുള്ളത്. സോ ആ 6 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് 6p6 ഇതുപോലെ തന്നെ വരും. 6p6 എന്ന് വെച്ചാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 - 6 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് വരും. 6 ഫാക്ടോറിയലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇതാണ് 720 ആണ്. സോ ദിസ് ഈസ് അറേഞ്ച്മെൻറ്റ്. ഈ 720 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് പറയുന്നത്? നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 620 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്? 6 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഡോട്ടറിൻ്റെ എന്ത് വവൽസിന് അറേഞ്ച്മെൻറ്റ് കാര്യം പറഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് 4 കാർഡ് എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. ആ ചൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഹൗ മെനി ഓഫ് ദിസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ 4 കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട്. നമുക്ക് 4 സ്യൂട്ട്സാണ് ഉള്ളത്. 4 സ്യൂട്ട് എന്ന് വെച്ചാൽ 4 എന്നുള്ളൂ. 4 രീതി എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ക്ലബ്ബുണ്ട്, സ്പെയ്ഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഹാർട്ട് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്.
ക്ലബ് ഉണ്ട്, സ്പേഡ് ഉണ്ട്, ഹർട്ട് ഉണ്ട്, ഡയമണ്ട്. ഇങ്ങനെ 4 സ്യൂട്ടാണ് നമുക്കുള്ളത്. ഈ 4 സ്യൂട്ടിൽ നിന്നും അതായത് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ പറഞ്ഞാൽ 4 കാർഡ്സ് ആർ ഓഫ് ദ സെയിം സ്യൂട്ട്സ്. 4 കാർഡ്സും സെയിം സ്യൂട്ടിൽ ആയിരിക്കാനുള്ള പ്രോബിലിറ്റി. അപ്പം ക്ലബിനകത്താണെങ്കിൽ ദാറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ്. ക്ലബിനകത്താണെങ്കിൽ എങ്ങനെ വരും? 4 കാർഡ്സ് അറേഞ്ച് ചെയ്യില്ല. ആ 13 കാർഡാണ് ക്ലബിനകത്തുള്ളത്. സോ അത് എങ്ങനെയായിരിക്കും വരുന്നത്? 13C4 എന്നായിരിക്കും വരുന്നത്. അത് സ്പേഡിലാണെങ്കിൽ 13C4 എന്നാണ് വരുന്നത്. ഹർട്ടിലാണെങ്കിൽ 13C4 എന്നാണ് വരുന്നത്. അടുത്താണല്ലോ 13C4 എന്നാണ് വരുന്നത്. അപ്പോൾ 4 ഈ 4 ആൻസർ നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടിയാൽ മതി ഫസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഇതാണ്. 2860 വെയ്സിലാണ് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഇതാണ്. 2860 വെയ്സിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. 30C4 കാരണം വെച്ചാൽ ഒരു സ്യൂട്ട് എന്ന് വെച്ചാൽ 13 എണ്ണം, 13 4 വെച്ച് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിരുന്നത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് 4 കാർഡ്സ് ബിലോങ്സ് ടു ഡിഫറൻറ്റ് സ്യൂട്ട്സ്. 4 cards belongs to different suits എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4 cards belongs to ഫോർ ഡിഫറൻറ്റ് സ്യൂട്ട്സ് എന്ന് പറയുന്നത് അത് ഓരോന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫോർ ഡിഫറൻറ്റ് സ്യൂട്ട്സ് അല്ലേ, അപ്പം ഓരോന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ 13C1 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 എന്ന ആ ഒരു ഡിഫറൻറ്റ് സ്യൂട്ട്സ് 4 ഡിഫറൻറ്റ് സ്യൂട്ട്സ് ആകുമ്പം ആ ഒരു C1 ആ ഒരു ലെവൽ വരും. അപ്പോൾ നമ്മുടെ ഈ 13C4 എന്ന് പറയുന്നത് 13C1 ആയിരിക്കും. 13C1 രണ്ടിടത്തും 4 30C1 വരും. ഇതുപോലെ ഇതിനെല്ലാം എന്ത് ചെയ്യാൻ മതി? ആഡ് ചെയ്താൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ മതി? ആഡ് ചെയ്താൽ മതി. സോ അവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് നമുക്ക് ഇവിടെ ആൻസർ പറയുന്നത് വെച്ചാൽ 28,561 വെയ്സ് എന്നാണ് അവിടുത്തെ ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, 28,561 വെയ്സ് എന്നാണ് ഇത് രണ്ടാമത്തെ ആൻസർ കിട്ടുന്നത്. സോ ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 2 are red cards and 2 are black cards. 2 റെഡ് കാർഡ്സും 2 ബ്ലാക്ക് കാർഡ്സും. അപ്പം റെഡ് കാർഡിനും ബ്ലാക്ക് കാർഡും നമ്മളിപ്പോൾ 4 സ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് എടുത്തേക്കുന്നത്? അവിടെ 13 വെച്ച് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞ റെഡും ബ്ലാക്കും ആണ്. റെഡും ബ്ലാക്ക് എത്ര വെച്ചുള്ളൂ? 26 വെച്ചുള്ളൂ. അപ്പോൾ 26 നിന്ന് 2 കളക്ട് ചെയ്യാം. 26C2 ഇൻറ്റു 26C2 എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന ഉത്തരം വെച്ചാൽ 10,5,6,2,5 10,5,6,2,5 വെയ്സ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. സോറി, ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് ഫസ്റ്റ് വൺ 30C4 ചെയ്യുന്ന ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻറ്റ് ഇവിടെ ആണ് പ്ലസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പ്ലസ് അല്ല ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ സോറി, നമ്മൾ ചെയ്യുന്ന ഡിഫറൻറ്റ് വെയ്സ് ആണ്. മറ്റ് സെയിം വെയ്സ് നമ്മൾ അങ്ങനെ ചെയ്ത് പോയി. ഇവിടെ എന്താണ് ഡിഫറൻറ്റ് വെയ്സ് ആണ് എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. സോ 13C1 വാല്യൂതാണ് 28,561. ഇവിടെ വരുന്നത് എത്രയാണ്? 10, 56, 25 എന്തിൻ്റെ ആൻസർ വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് 26C2 26. 2 ബ്ലാക്ക് കാർഡ്സിന് ഒരു 2 റെഡ് കാർഡ് 2 ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സ്യൂട്ടാണ്. ബ്ലാക്ക് കാർഡ്സിൻ്റെ ഒരു കണ്ടീഷനും റെഡ് കാർഡിൻ്റെ കണ്ടീഷൻ. അങ്ങനെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഈ 2 കണ്ടീഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്. മറ്റേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്ലസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. മറ്റേ ഡിഫറൻറ്റ് മറ്റേ വെയ്സ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന സ്ട്രൈറ്റ് ലൈനിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. ഒരു നമുക്ക് സ്ട്രൈറ്റ് ലൈൻ തന്നപ്പോൾ ലൈൻ അങ്ങ് വരയ്ക്കാം. നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഗ്രാഫ്. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ, ഒരു ലൈൻ ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ലൈൻ പോയിൻറ്റ് 2,3 പോയിൻ്റാണ്. എന്ന് വെച്ചാൽ ബി എന്ന് വെച്ചാൽ 4,1 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ is perpendicular to AB. Find the equation of the line passing through the midpoint of AB. എ ബിയുടെ മിഡ് പോയിന്റ് കൂടെ ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എ ബിയുടെ മിഡ് പോയിന്റ് കൂടെ എന്ത് ചെയ്യുന്ന ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ലൈൻ എന്ന് പറഞ്ഞ് എ ബിക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ആ ലൈൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാമായിരിക്കുമല്ലോ. x1 + x2 / 2 y1 + y2 / 2 ആയിരിക്കും. അപ്പോൾ എങ്ങനെ കിട്ടും? x1 + x2 4 2 6 6/2 എന്നുണ്ട് 3 വരും. അപ്പോൾ 3 ആയി. 3 4 4/2 2 കിട്ടും. അപ്പോൾ ഇവിടുത്തെ മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ 3,2 ആയിരിക്കും. കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ഈ എ ബി എന്നുള്ള അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന? y2 - y1 / x2 - x1. അപ്പോൾ എന്ത് കിട്ടും? y2 എന്ന് വെച്ചാൽ 1 1 - 3 / 4 - 2 എന്ന് കിട്ടും. അപ്പം -2 / 4 - 2 എന്ന് കിട്ടും. 2 ഇത് കട്ട് ചെയ്തിട്ട് -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ പെർപെൻഡിക്കുലർ ലൈൻ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദ റെസിപ്രോക്കൽ ലൈൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് ഓഫ് ദ റെസിപ്രോക്കൽ. 1ൻ്റെ റെസിപ്രോക്കൽ എപ്പോഴും 1 തന്നെ. അതിൻ്റെ സൈൻ എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് എമ്മും കിട്ടി, ആ ലൈനിൽ ഒരു പോയിന്റും കിട്ടി. മിഡ് പോയിന്റ് അല്ലേ? നമുക്ക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? y - y1 = m × x - x1. അപ്പോൾ y - y1 എന്ന് വെച്ചാൽ 2 ആണ്.
എം എന്ന് വെച്ചാൽ 1 ആണ്. 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 അത് 3 ആണ്. ഓക്കെ, അപ്പോൾ y മൈനസ് 2 ഈക്വൽ ടു എക്സ് മൈനസ് 3. എക്സ് വൈ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ -3 ഉണ്ട്, +2 ഈക്വൽ ടു 0. സോ എക്സ് മൈനസ് വൈ -1 ഈക്വൽ ടു 0. ഇതാണ് എന്താണെന്ന് പറയുന്നത് നിങ്ങളുടെ അലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ പോയിന്റ് സി ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം എയും ബിയും. അപ്പോൾ എക്സ് ആക്സിസിനകത്ത് സി എന്ന പോയിന്റ് ഉണ്ട്. എക്സ് ആക്സിസ് സി എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ എക്സ് കോമ 0 ആയിരിക്കും. അത് ബിയിൽ നിന്നും എയിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണെന്ന് പറയുന്നത്. അതായത് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. അപ്പോൾ എ സി ഡിസ്റ്റൻസ് ആണ് ഇക്വേഷൻ അറിയാമായിരിക്കും. √(x2 - x1) the whole square അറിയാമല്ലോ. ഇക്വേഷൻ എഴുതുന്നില്ല. √(x2 - x1) the whole square + y2 - y1 the whole square. അതുകൊണ്ട് അപ്പുറത്ത് അതുപോലെ വരും. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്ത് പോകാം. √(x2 - x1) ഇവിടെ x2 വെച്ചാൽ x ആ. അപ്പോൾ x - 2 the whole square പ്ലസ് അടുത്ത എന്ത് വരും? 0 - 3 the whole square. 0 - 3 the whole square ഈക്വൽ ടു √(BC) എന്ന് പറയുന്നത് എന്ത് വരും? x - 4 the whole square. x - 4 the whole square പ്ലസ് 0 - 1 the whole square. നോക്കിയേ, ഈ രണ്ട് റൂട്ടും എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. x - 2 the whole square നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² -2ab അല്ല, -4x + 4 പ്ലസ് 3² എന്ന് വെച്ചാൽ 9 വരും. വിൽ ബി ഈക്വൽ ടു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² -8x + 16 + 1. ഈ x² x² കട്ട് ചെയ്ത് പോസിറ്റീവ് ആണല്ലോ. -8x ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ -4x + 8x പ്ലസ് 9 + 4 എന്ന് നമുക്ക് 13 കിട്ടും. 13 ഈക്വൽ 16 + 1 17 കിട്ടും. ഓക്കെ ആണല്ലോ. -4x + 8x എന്ന് പറയാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? 4x എന്ന് കിട്ടും. പ്ലസ് 13 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ 17 - 30 എന്ന് വരും. 17 - 30 എന്ന് വെച്ചാൽ 4 വരും. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1. സോ ആ എക്സ് ആക്സിസ് വന്ന് ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1,0 ആയിരിക്കും. അതാണ് IQ ഡിസ്റ്റൻസ് വെച്ച് വരുന്ന പോയിന്റ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC യുടെ ഏരിയ കണ്ടുപിടിക്കാം. ഇതുണ്ടാകുന്ന ട്രയാങ്കിൾ അല്ലേ. ABC യുടെ ഏരിയ കാണാണ്ട് നിങ്ങൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എന്ന ഇക്വേഷൻ എല്ലാം ഉണ്ട്. നമ്മുടെ കോർഡിനേറ്റ് വെച്ച് വെക്റ്റർ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 y - y പ്ലസ് ഞാൻ അന്ന് മറ്റേ ചെയ്ത സമയത്ത് പറഞ്ഞു തന്നെയാണ് എങ്ങനെയാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം. ഇവിടെ x1 y1 2 3 2 3 1 3 1 2 നമുക്കറിയാം. എവിടെ വേണം തുടങ്ങാം. ഇപ്പോൾ ഇവിടെ x1 y1 എടുക്കണം. ഇവിടെ x1 y1 x2 y2 x3 y3 അല്ലെ നേരെ തിരിച്ചാണ്. ഇവിടെ x1 y1 എടുക്കണം. ഇവിടെ x കൊടുക്കുക. നമുക്ക് x വാല്യൂ പിടിച്ചോട്ടോ 1 0. x എന്ന് വെച്ചാൽ 1 ആണ്. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ മോഡുലസ് കൊടുത്തേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതൊരു എന്തിനു വേണ്ടി മോഡുലസ് കൊടുത്തത്? മോഡുലസ് കൊടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഇത് കോർഡിനേറ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് വരാം. അപ്പം നമ്മുടെ ഏരിയ ഒരിക്കലും നെഗറ്റീവ് പറയാത്തതുകൊണ്ട് മോഡുലസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അപ്ലൈ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് വൺ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വലിയ പാടൊന്നുമല്ല, നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വെച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു ഗ്രൂപ്പ് ഡേറ്റയുടെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. ക്ലാസും ഫ്രീക്വൻസിയും വെച്ചുള്ള നമുക്ക് കണ്ടുപിടിക്കുന്ന 3 കണ്ടുപിടിക്കണം. അതായത് മീൻ കാണണം, വേരിയൻസ് കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കും. ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവൽ ഉണ്ട്. ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് 30 40 40 50 90 100 ഉണ്ട്. അപ്പോൾ അല്ലേ 40 50 50 60 60 70 70 80 80 90 90 100 വരെ ഉണ്ട് ക്ലാസ് ഇൻ്റർവൽ. ഇനി ഫ്രീക്വൻസി, ഇത് ക്ലാസ് ആണ്. ഇനി ഫ്രീക്വൻസി എന്ന് വെച്ചാൽ വാല്യൂസ് 3 7 12 3 ഇതിന് 3 7 12 15 8 3 2. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞത് സാധനം നോക്കിയാൽ മതി. ക്ലാസ് ഇൻ്റർവൽ എന്ന് വെച്ചാൽ 30 40 40 50 50 60 60 70 70 80 80 100. ഓക്കെ, 3 7 12 15 8 3 2. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന കാര്യം വെച്ചാൽ മീനാണ്. മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ഇതാണ്. സിഗ്മ XIFI ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N ആണ് എക്സ് ബാർ എന്ന് വെച്ചാൽ മീൻ കാണുന്നത്. സിഗ്മ XIFI ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് XI വേണം. XI വെച്ചാൽ ഇതിൻ്റെ മിഡ് വാല്യൂ നമ്മൾ XI എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ XI എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് വാല്യൂ എന്ത് വരും? 30 40 കിടക്കുന്നത് 35 ആയിരിക്കും. സോ അടുത്ത് 45 55 65 75 85 95. ഓക്കെ, അതാണ് മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? XIFI അടുത്തൊരു കോളം വേണം. XIFI അതിൻ്റെ സമ്മിനെയാണ് N എന്ന് വെച്ചാൽ ഇതിൻ്റെ സമ്മാണ് N എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് XIFI കണ്ടുപിടിക്കാം. XIFI ഫസ്റ്റ് വൺ ഈസ് 35 × 3 അല്ലേ. 35 × 3 എന്ന് വെച്ചാൽ 105 എന്ന് കിട്ടും.
Okay, 105. Then അടുത്ത 45 into 7. 45 into 7 value 315. Okay, 55 into 12. 55 into 12 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 660. Okay, 65 into 15. The answer is 975. 75 into 8. The answer is 600. 85 into 3. Answer is 255. 95 into 2. 190. Okay. Now first one ഇതിൻ്റെ സമ്മം നോക്കാം. ഇതിൻ്റെ സമ്മം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 3 plus 7 plus 12 plus 15 plus 8 plus 3 plus 2 is 15. Okay. ഇതിൻ്റെ എഫിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എൻ എന്ന് വിളിക്കുക. ക്യാപിറ്റൽ എൻ ഈക്വൾ സിഗ്മ എഫ് ഐ ആണ്. അപ്പോൾ എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. ഇനി എന്തിൻ്റെ സമ്മ് വേണം? എക്സ് ഐ എഫ് ഐയുടെ സമ്മ് വേണം. അപ്പോൾ എക്സ് ഐ എഫ് ഐയുടെ സമ്മ് കൊണ്ട് വിളിക്കാം. 105 പ്ലസ് 315 പ്ലസ് 660 പ്ലസ് 975 പ്ലസ് 600 പ്ലസ് 255 പ്ലസ് 190. The answer is 3100. പിന്നെ ആൻസർ വരുന്നത് എക്സ് ബാർ ഈക്വൽ ടു 3100 ഡിവൈഡ് ബൈ 50 എന്ന് കിട്ടുന്നത്. സോ 3100 ഡിവൈഡ് ബൈ 50 എന്ന് പറയുന്ന ആൻസർ ഈസ് 62. അപ്പോൾ എക്സ് ബാർ എത്രയാണ്? 62 ഈ സാധനത്തിൻ്റെ മീൻ എന്ന് പറയുന്നത്. 62 ഇതിൻ്റെ മീൻ. നെക്സ്റ്റ് വൺ അടുത്ത് ചോദിച്ചേക്കുന്ന വേരിയൻസ്. 3 മാർക്കിന് ക്വസ്റ്റ്യൻ വേരിയൻസ് വിളിക്കുന്ന. വേരിയൻസ് കൊണ്ട് ഇങ്ങനെയാണ്. വേരിയൻസ് ഈക്വൽ, ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് എന്ന് പറഞ്ഞ് എഴുതിയത്. ആ റൂട്ടില്ല കണ്ടുപിടിക്കുന്നത് എന്ത് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. സോ വേരിയൻസ് എന്തായിരിക്കും? Variance equal to 1 by capital N sigma xi minus x bar the whole square. ഇതിനെ എന്ത് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് ഈക്വൽ ടു 1 by n sigma xi minus x bar the whole square. അപ്പോൾ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കുന്ന ഇവിടെ ഇതാണ്. xi minus x bar the whole square എന്ന് പറയുന്ന ഒരു ടേബിൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ xi minus x bar കണ്ടുപിടിച്ച് പിന്നെ xi minus x bar the whole square ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഏ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു വേരിയൻസിൻ്റെ 1 by n സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. പക്ഷേ എൻ്റെ കൂടെ ഒരു എഫ് ഐയും കൂടെ വരും. കാരണം നമ്മുടെ ഡേറ്റ എന്ന് വെച്ചാൽ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ മാത്രം അപ്ലൈ ചെയ്യുന്ന റോ ഡേറ്റയ്ക്കകത്ത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തും കൂടെ ഒരു എഫ് ഐയും കൂടെ വരും. നമ്മളിപ്പം അതിൻ്റെ ഫുള്ള് കണ്ടുപിടിച്ച് വെച്ചേപ്പുണ്ട് ഇവിടെ. എന്തൊക്കെയാണ്? 1 by n നമുക്ക് അറിയാം, നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ സിഗ്മ എഫ് ഐ എന്ന് വെച്ചാൽ 50 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വേണ്ട സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെ എഫ് ഐയുടെ ആ ടേബിൾ നമ്മൾ ഫുള്ളായിട്ട് കണ്ടുപിടിച്ചിട്ട് ആൻസർ കിട്ടുന്നത് ഇതാണ് 10050 കിട്ടുന്നത്. നമുക്കിനി വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ എത്രയാണ്? 10050 ഡിവൈഡ് ബൈ 50 എന്ന് പറയും. 10050 ഡിവൈഡ് ബൈ 50. 1050 ഡിവൈഡ് ബൈ 50 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 201. 201. ഇതാണെന്ന് പറയുന്നത് നമ്മുടെ വേരിയൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ റൂട്ട് 201 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ റൂട്ട് 201 നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് 14.177 ആണ് എന്തിൻ്റെ ആൻസർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ചോദിക്കാം എന്തിനാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചത്? കാരണം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഇക്വേഷൻ ഇതാണ്. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്ന. സിഗ്മ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 14.177 ഡിവൈഡ് ബൈ എക്സ് ബാർ എന്ന് വെച്ചാൽ മീൻ എത്രയാണ് നമുക്ക് കിട്ടിയത്? 62 ഇൻറ്റു 100. അപ്പം 14.177 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 62. The answer is 22.866. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ്റെ ആൻസർ. സോ ഈ മീൻ്റെ ആൻസർ ഇത്, വേരിയൻസിൻ്റെ ആൻസർ ഇത്, പിന്നെ നമ്മുടെ കോഎഫിഷ്യന്റ് വേരിയേഷൻ ആൻസർ ഇത്. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ. 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. അത് വലിയ പാടൊന്നും ക്വസ്റ്റ്യനകത്തില്ല. എന്നാലും ചില ക്വസ്റ്റ്യൻസുകൾ മാത്രം കുറച്ച് പാടുണ്ട്. A+ നന്നായിട്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ചോയ്സ് ലെവലാണ്. ചോയ്സ് ഇന്നത് എടുക്കാനും മാറ്റാനും പറ്റും. നമ്മൾ പറഞ്ഞ റിവിഷൻ ബാക്കിൽ പല ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നേരം കഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ നല്ല അറ്റൻഡ് ചെയ്ത് നല്ല വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചാൽ മോഡൽ എക്സാമിനൊക്കെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടി നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം കിട്ടുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.